ഇന്ന് ഈ രാവിലെ സമയം വിശുദ്ധ ആരാധന പറയുന്നത് പ്രാർത്ഥിച്ച് ആരംഭിക്കാൻ കർത്താവിടെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉന്നതങ്ങളിൽ വസിക്കുന്ന നമ്മുടെ ദൈവം താഴ്മയുള്ളവരെ കടാക്ഷിക്കുന്നവൻ. സ്വർഗ്ഗം അവിടുത്തെ സിംഹാസനം, ഭൂമി അവിടുത്തെ പാദപീഠം. ആ പാതാളികയും ദൈവമക്കൾക്ക് അടുത്തു വന്ന് ഏത് സമയത്തും കൃപാസനത്തോട് അടുത്തു വന്ന് അബ്ബാപിതാവെ എന്ന് വിളിച്ചുകൊണ്ട് വിളിച്ചപേക്ഷിക്കാനുള്ള വലിയ സ്വാതന്ത്ര്യം, ഹല്ലേലൂയ, സ്തോത്രം, ആ വലിയ പ്രിവിലേജ്, സ്തോത്രം, ഹല്ലേലൂയ, കർത്താവ് നമുക്ക് നൽകിയിരിക്കുക, ആ പദവി നമുക്ക് നൽകിയിരിക്കുക. ഇന്ന് പകൽക്കാലം വിശുദ്ധ ആരാധനയ്ക്കായി ദിവസത്തിലായിരിക്കും ദൈവത്തിൽ ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ച് ദൈവത്തിന് മഹത്വം കരുതി അതിന്റെ ഫലമെന്ന സ്തോത്രയാഗം ദൈവത്തിൽ അർപ്പിച്ച് let us open our mouths and give thanks to God, give glory to God. Hallelujah. അല്പസമയം എല്ലാവരും ദൈവത്തെ സ്തുതിച്ച് ദൈവത്തിന് മഹത്വം കരുതി നടത്തിയ വിധങ്ങളെ ഓർത്ത് ഈ ഫെബ്രുവരി മാസത്തിന്റെ അവസാന ഞായറാഴ്ച നാം ദൈവത്തിലായിരിക്കുന്നു. ഈ വർഷത്തിന്റെ 2 മാസങ്ങൾ നമ്മെ വിട്ട് പിന്നിടുമ്പോൾ നടത്തിയ വിധങ്ങളെ ഓർത്ത്, കരുതിയ കരുതലിനെ ഓർത്ത്, തകരാതെ നമ്മെ താങ്ങി നിർത്തിയ ദൈവത്തിന്റെ വിശ്വസ്തതയെ ഓർത്ത് ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ, ഗ്ലോറി. പകൽക്കാലത്തെ ശുശ്രൂഷകളെല്ലാം സ്വർഗ്ഗം ആശീർവദിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അതിവത്സരമായി ഞങ്ങളെ സ്നേഹി ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുസന്നിധാനത്തിലേക്ക് ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം അടുത്ത് വരുവാൻ പ്രത്യേകാല വിശുദ്ധ ആരാധനയായി തിരുമുമ്പാകെ ആയിരിക്കാൻ അവിടുത്തെ മക്കളായി ഞങ്ങളെ അങ്ങ് ഇടയാക്കുന്ന എല്ലാ കൃപകൾക്കായി സ്തോത്രം. ഇന്ന് പകൽക്കാലം ദിവസത്തിലായിരിക്കുന്ന അവിടുത്തെ ജനക്ഷേത്രക്കാരങ്ങൾ സമർപ്പിക്കുന്നു. ശുശ്രൂഷകളെല്ലാം ആദരിക്കണമേ. അവിടുത്തെ നാമത്തിന്റെ മഹത്വം ആരാധനയിൽ വെളിപ്പെടുവാൻ കർത്താവ് ഇടയാക്കണം. ദൈവപാദപീഠത്തിന്റെ കഴിഞ്ഞ ദിവസങ്ങളായിരിക്കാൻ ദൈവസഭയായി ഞങ്ങളെ സഹായിച്ചല്ലോ. അത് ഞങ്ങൾക്ക് വലിയ അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീർന്നു. അതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു. പകൽക്കാലവും ആദ്യമുള്ള പരിശുദ്ധാത്മാവിന്റെ നടത്തും ഞങ്ങൾ ചോദിക്കുന്നു. പാടുവാനും പ്രാർത്ഥിപ്പാനും കൃപ നൽകണം. അനുഗ്രഹിക്കപ്പെട്ട പ്രബോധനങ്ങള് സാക്ഷ്യങ്ങൾ എഴുന്നേൽപ്പിക്കണം. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനങ്ങളുടെ മധ്യം വെളിപ്പെടണം. അവിടുത്തെ തിരുമേശയുടെ ശുശ്രൂഷ അവിടുന്ന് ആശീർവദിക്കണമേ. ശുശ്രൂഷയുടെ എല്ലാം അവിടുത്തെ തിരുസാന്നിധ്യം ഞങ്ങൾ ചോദിക്കുന്നു. മാനവ മഹത്വം അങ്ങേക്കപ്പ യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവർക്ക് കർത്താവിൽ വന്ദനം. ദൈവസന്നിധാനം നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവിടെയാകുന്ന ഈ വലിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാവിലെ ദിവസത്തിലായിരിക്കുന്ന എല്ലാവർക്കും കർത്താവിൽ വന്ദനം അറിയിക്കുകയും അതിൽ നമുക്ക് ഒരുമിച്ച് രാവിലെ സമയം 1-2 പാട്ടുകൾ പാടി കർത്താവിനെ ആരാധിക്കാനുള്ള സമയം അവരോട് ചേർന്ന് പാട്ടുകൾ പാടി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. ദൈവനാമപ്പെടുമാറാകട്ടെ. ദൈവത്തെ ആമേൻ. പകൽക്കാലം നന്ദിയോടെ അവൻ നമ്മുടെ അതിരുകളെ തുറന്ന് അവൻ നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ അവൻ അവൻ ജീവൻ നമുക്ക് വേണ്ടി അവൻ അവസാന തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി ചിന്തിയ ആ കർത്താവിനെ ധ്യാനിച്ചുകൊണ്ട് ഹല്ലേലൂയ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ നമുക്ക് അവൻ ഹല്ലേലൂയ ധ്യാനത്തോടെ അവൻ സ്തുതിയും സ്തോത്രം അവൻ ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് നമുക്ക് പാടി ദൈവത്തെ സ്തുതിക്കാം. സ്തുതി ചെയ്യണമേ എന്നുള്ള പാട്ട് നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കാം. സ്തുതി ചെയ്യുവാനാമേ നിത്യവും നിൻ ജീവനാഥൻ യേശുവേ. സ്തുതി ചെയ്യുവാനാമേ നിത്യവും നിൻ ജീവനാഥൻ യേശുവേ. ഇതുപോൽ സ്വജീവൻ തന്നോരാ മരണ
അടുത്ത ഗാനം ചേർന്ന് പാടുമ്പോൾ ദിവസം എഴുന്നേറ്റിരുന്നുകൊണ്ട് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. അവിടുത്തെ നാമത്തിന്റെ മഹത്വത്തിനായി, അവിടുത്തെ നാമത്തിന്റെ പുകഴ്ചയ്ക്കായി സകലരുമായി തീരേണ്ടതിന് ഇന്ന് പകൽക്കാലം ഒരു സമർപ്പണത്തോടെ കർത്താവേ സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ, സ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ എന്റെ ദിവ്യ സ്വഭാവത്തിൽ പകരണമേ എന്ന് നമുക്ക് ദിവസങ്ങളിൽ പാടി ദൈവത്തെ മഹത്വത്തോടെ ആത്മാശക്തിയോടെ ആത്മാവിന്റെ ശക്തിയോടെ ജീവിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ സഹായിക്കട്ടെ. കർത്താവിന്റെ പേരിൽ ചെയ്യുന്ന വേലകൾ അത് നമുക്ക് ഹല്ലേലൂയ പ്രൈസ് നമുക്ക് വല്ല ഞങ്ങൾക്കല്ല യഹോവേ ഞങ്ങൾക്കല്ല ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലം ഈ വക്രതയും കോട്ടവും പാപം നിറഞ്ഞ ലോകത്തിൽ അവിടുത്തെ പൊരുനാമത്തിന്റെ മഹത്വത്തിനായി ദിനപ്രതി ശോഭിപ്പാൻ നിങ്ങൾക്ക് അവിടെയാക്കേണ്ടതിനായി എല്ലാം അങ്ങേ മഹത്വത്തിനായി എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കായി തീർന്നിടണമേ പ്രിയണമേ എന്നുള്ള പാട്ട് ഹല്ലേലൂയ കർത്താവിനോട് ചേർന്ന് പകൽക്കാലം സ്തോത്രം ഹല്ലേലൂയ ചേർന്ന് പാടി ഹല്ലേലൂയ ആ ദൈവ മഹത്വത്തെ മുൻനിർത്തിക്കൊണ്ട് ഹല്ലേലൂയ ഞങ്ങളുടെ മഹത്വത്തിനായി എന്റെ പ്രിയനെ സകലത്തെയും ആക്കി തീർക്കണമേ എന്ന് വിചാരിച്ച് ഹല്ലേലൂയ കരങ്ങളെ തട്ടി ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ മഹത്വം എല്ലാം അങ്ങേ മഹത്വത്തിനാ എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ പ്രിയനേ തിരുനാമമുയർത്തിടട്ടെ തീർന്നിടണമേ പ്രിയനേ തിരുനാമമുയർത്തിടട്ടെ എല്ലാം അങ്ങേ മഹത്വത്തിനാ സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ ദൈവ സ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ ദൈവ സ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ എന്നിൽ സ്വഭാവം പകരണമേ ദിവ്യ തേജസ്സാലെന്നെ നിറയ്ക്കണമേ എന്നിൽ സ്വഭാവം പകരണമേ ദിവ്യ തേജസ്സാലെന്നെ നിറയ്ക്കണമേ എല്ലാം അങ്ങേ മഹത്വത്തിനാ എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ പ്രിയനേ തിരുനാമമുയർത്തിടട്ടെ തീർന്നിടണമേ പ്രിയനേ തിരുനാമമുയർത്തിടട്ടെ എല്ലാം അങ്ങേ മഹത്വത്തിനാ ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ ആത്മാവൽവരങ്ങളിൽ പ്രകാശിപ്പാൻ ആത്മാവിൻ
മാറാത്ത നല്ല സഖി. ആ ദൈവത്തിന്റെ വിശ്വസ്തതയെ ഓർത്ത് നമുക്ക് ദൈവത്തെ പ്രാർത്ഥിക്കും. സഹോദരോട് ചേർന്ന് നമുക്ക് ആരാധന നിമിഷങ്ങൾക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കാം. Hallelujah, hallelujah. Glory to God, Jesus. Hallelujah, hallelujah. In the name of Jesus. Hallelujah, hallelujah. Glory to God, glory to God. Hallelujah, hallelujah. സാക്ഷികളെ കർത്താവെ കേൾക്കുവാനും അദ്ദേഹം ജീവിതത്തിന് അനുഗ്രഹമായി തീരുവാനും കർത്താവ് നിങ്ങൾ നന്മയ്ക്ക് കാരണമായി തീരുവാനും കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കടന്നു പോകുവാൻ നിങ്ങൾ ഇടവെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് ഞങ്ങൾക്ക് വേണ്ടി നാലാം സങ്കീർത്തനം നമുക്ക് ഗാനപ്രധാനമായി വായിക്കാം. Psalms 4. നാലാം സങ്കീർത്തനം. എന്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമറിയണമേ. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി എന്നോട് കൃപ തോന്നി എന്റെ പ്രാർത്ഥന കേൾക്കണമേ. യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്നറിവീൻ. ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും. നീതിയാഗങ്ങളെ അർപ്പിപ്പീൻ, യഹോവയിൽ ആശ്രയം വെപ്പീൻ. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ദൈവത്തിന് മഹത്വം. നല്ല സങ്കീർത്തനം കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം തന്ന ആരോഗ്യം, ബലം, സൗഖ്യം എല്ലാത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. അനേകർ ആഗ്രഹിച്ചിട്ടും ലഭിക്കാത്ത മഹാഭാഗ്യം സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകി അവന്റെ കൂട്ടായ്മയിലേക്ക് ചേർത്ത് ആ കൂട്ടായ്മയെ ആചരിപ്പാനുള്ള ഭാഗ്യം തന്നതോർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഈ സങ്കീർത്തനത്തിലൂടെ സംസാരിക്കേണ്ടതിന് അല്പസമയം നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഈ സങ്കീർത്തനത്തിന്റെ തലക്കെട്ടിൽ എഴുതിയിരിക്കുന്ന സംഗീത പ്രമാണിക്ക് തന്ത്രിനാഥത്തോടെ ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്. അപ്പൊ ദാവീദ് എഴുതിയ ഒരു സങ്കീർത്തനമാണ്. എന്നാൽ സംഗീത പ്രമാണിയായ ആസാഫിന്റെ കൈകളിലേക്ക് ദാവീദ് സങ്കീർത്തനം എഴുതി ചിട്ടപ്പെടുത്തി ആസാഫിന് പാടുവാൻ വേണ്ടി ദൈവത്തിന്റെ പട്ടകത്തിന്റെ മുമ്പിൽ ആരാധന കഴിക്കുമ്പോൾ അതിന് പാടുവാൻ വേണ്ടി ആസാഫിന് എഴുതി കൊടുത്ത ഒരു സങ്കീർത്തനമാണ് ഈ നാലാം സങ്കീർത്തനം എന്ന് പറയുന്നത്. ഇതൊരു പ്രാർത്ഥനാ ഗീതമാണ്. ദാവീദിന്റെ ഒരു പ്രാർത്ഥനാ ഗീതമാണ്. മൂന്നാം സങ്കീർത്തനം നമുക്കറിയാം, അബ്സാലോമിന്റെ മുൻപിൽ നിന്ന് ദാവീദ് ഓടിപ്പോകുമ്പോൾ ദാവീദ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് അവിടെ കാണാൻ കഴിയുന്നത്. ഇത് ദാവീദിന് ദൈവം ഒരു സ്വസ്ഥത വരുത്തിയപ്പോൾ ദൈവസന്നിധിയിൽ തന്റെ ദാസൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ ഗീതമാണ്. ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഏത് സാഹചര്യങ്ങളിലും പ്രാർത്ഥിക്കുവാനുള്ള അനുഗ്രഹവും അനുവാദവും ദൈവം ഒരു ദൈവപൈതലിന് നൽകിയിട്ടുണ്ട്. അത് കഷ്ടതയിലായാലും നിന്ദയുടെ മുമ്പിലായാലും പരിഹാസത്തിന്റെ മുമ്പിലായാലും നന്മയുടെ മുമ്പിലായാലും അനുഗ്രഹത്തിന്റെ മുമ്പിലായാലും
ഏതിനും ഒരു ദൈവപൈതലിനുള്ള പ്രത്യാശ എന്ന് പറയുന്നത് ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. പ്രാർത്ഥനയുടെ വിടുതൽ അനുഭവിക്കുന്ന ഒരു ദൈവപൈതലിന് ദൈവസന്നിധിയിൽ കടന്നു വരാതിരിക്കാൻ കഴിയത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാല് ദാവീദ് ഇവിടെ പറയുക, ഒന്നാമത്തെ വാക്യം ഇങ്ങനെ 4 കാര്യങ്ങളാണ് ഈ സങ്കീർത്തനത്തിൽ കൂടെ ദാവീദ് പറയുന്നത്. ഒന്ന് ദൈവികമായി ലഭിച്ച വിശാലതയെ കുറിച്ച് ദാവീദ് പറയുക. ഇവിടെ ഒന്നാമത്തെ വാക്യം ദാവീദ് പറയുന്നത് ഇങ്ങനെയാണ്: എന്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളണമേ. എന്റെ നീതിയായ ദൈവമേ. ദാവീദിന് പറയാൻ കഴിയും, എന്റെ ദൈവം നീതിമാനായ ദൈവം. എന്റെ നീതി പറയുവാൻ എനിക്കൊന്നുമില്ല, എന്നാൽ എന്റെ ദൈവം നീതിമാനായ ദൈവമാണ്. ഞാൻ ജനിച്ചത് മുതൽ ഞാൻ ഇന്ന് ആയിരിക്കുന്ന നിമിഷം വരെ നീതി അല്ലാതെ മറ്റൊന്നും ഞാൻ എൻ്റെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിട്ടില്ല, എൻ്റെ ദൈവത്തിൽ നിന്ന് കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ അനീതിയുള്ളവനാണ്, എന്നിൽ നിന്ന് പല അനീതികളുണ്ട്. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, എൻ്റെ നീതിമാനായ ദൈവമേ. ആ നീതിമാനായ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഒരു ദൈവവേദന പറയാൻ കഴിയും, ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എൻ്റെ ദൈവം നീതിമാനായതുകൊണ്ടാണ്. അവിടെ മുഖപക്ഷമില്ല, അവിടെ എന്നും നീതിമാനായ ദൈവമാണ്. അങ്ങ് നീതി മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. അങ്ങ് പറയുന്നത് നീതിയാണ്, അങ്ങ് പ്രവർത്തിക്കുന്നത് നീതിയാണ്. അത് ഇന്നലെ പോലെ ഇന്നും അതുപോലെ തന്നെയാണ്, നാളെയും നാളെയും അത് തന്നെ നടക്കത്തുള്ളൂ. അങ്ങനെയെങ്കിൽ ഞാൻ കഷ്ടതയിൽ നടന്നപ്പോൾ എന്റെ ദൈവം നീതിമാനായ ദൈവമായതുകൊണ്ട് നീതി പ്രവർത്തിച്ച ദൈവമാണ്. അതാ ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത്. അബ്സാലോമിന് വേണ്ടി ദാവീദ് പ്രാർത്ഥിച്ചു, അവന് ദോഷമൊന്നും വരുത്തരുതെന്ന്. നീതിമാനായ ദൈവം അവിടെ നീതി പ്രവർത്തിച്ചു. ദാവീദേ, നിന്റെ ഹിതമല്ല എന്റെ ഹിതം. ചില കാര്യങ്ങളൊക്കെ ഈ പ്രാർത്ഥനയില് നമ്മൾ പ്രാർത്ഥിക്കും. എന്റെ ഒരു സ്നേഹിതനുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ 2 ആൺമക്കളാണ്. മൂത്ത മകനെ ബാംഗ്ലൂരിൽ പഠിക്കാൻ വിട്ടു, എഞ്ചിനീയറിംഗ് വലിയൊരു തുക കൊടുത്ത് പഠിക്കാൻ വിട്ടു. ഇവനെ പോകത്തില്ല. രാവിലെ വണ്ടി കയറാൻ വേണ്ടി ബാംഗ്ലൂരിനുള്ള ബസ് കയറ്റി വിടാൻ വേണ്ടി വീട്ടിൽ നിന്ന് കൊണ്ടുപോവുക. അവൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇതാ: ദൈവമേ, ഈ പോകുന്ന പോക്കിൽ ഈ വണ്ടി ഇടിച്ച് എന്റെ ഞാനങ്ങ് തീരണേ. അവൻ പ്രാർത്ഥിക്കുക. അവനെ കൊണ്ടുവിട്ടിട്ട് വന്ന അപ്പൻ ആ പിതാവിനോട് പറഞ്ഞു, അപ്പൻ ആ മുറിയിൽ കയറി ഇരുന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ എന്റെ കുഞ്ഞിനെ കാത്തുകൊള്ളണേ. ഏത് പ്രാർത്ഥന ദൈവം കേൾക്കും? അപ്പന്റെ പ്രാർത്ഥന കേട്ട് അവനെ വിടുവിച്ച ദൈവം. നമുക്ക് പോയിട്ട് ജോലി ചെയ്യുക. കാരണം അവന്റെ ഇതുപോലെ പലരും പ്രാർത്ഥിക്കുന്നത്. നീതിമാനായ ദൈവത്തോടാ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്നെന്നുള്ള ബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നിന്റെ സഹോദരന്റെ നന്മയ്ക്ക് വേണ്ടി അല്ലാതെ നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ, നിന്റെ സഹോദരന്റെ വിടുതലിന് വേണ്ടി അല്ലാതെ നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ നീതി അവിടെ വെളിപ്പെടുത്തില്ല. നീതിമാനായ ദൈവത്തിന്റെ മുമ്പിൽ നീതിയോടെ നാം ആയിരിക്കണം. നമ്മുടെ ഇഷ്ടമല്ല ദൈവത്തിന്റെ ഇഷ്ടം. നമ്മൾ പറയുന്നത് പോലെ ദൈവം നടക്കണമെന്ന് നമ്മൾ ചിന്തിക്കരുത്. ദൈവം നീതിമാനാ, അവൻ നീതിയിൽ വസിക്കുന്നവനാ. ആ നീതിക്ക് മാറ്റമല്ലോ അല്ല. ദാവീദ് പറയുക, നീതിമാനായ ദൈവം. പിതാക്കന്മാരൊക്കെ ദൈവത്തെ വിളിച്ച പല പേരുകളുണ്ട്. സൗഖ്യമാക്കുന്ന യഹോവ. അബ്രഹാം പറയുന്നു, എനിക്ക് വേണ്ടി കരുതുന്ന ദൈവം. ഓരോ സാഹചര്യത്തിൽ ഓരോ ദൈവവൈതലും പറയാൻ കഴിയും, എന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ് ദൈവം. മാറ്റമില്ലാത്ത ദൈവത്തിന്റെ കൃപയാണ് ഇതൊക്കെ നമ്മെ കാണിക്കുന്നത്. ഇവിടെ പറയാൻ, ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി, എന്നോട് കൃപ തോന്നി എന്റെ പ്രാർത്ഥന കേൾക്കണമേ. ഒരു വിശാലതയിലേക്ക് ദൈവദാസനെ ദൈവം നയിച്ചു. എന്തുവാ വിശാലത? പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന വിശാലത, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിശാലത മറ്റു പലതിലേക്കാണ് ലോകം നോക്കുന്നത്. നല്ല വീട് കിട്ടി, കുറച്ചുകൂടെ നല്ല കാറ് കിട്ടി, നല്ല സമ്പത്ത് കിട്ടി, നല്ല വിദ്യാഭ്യാസം കിട്ടി, ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. നമുക്ക് സാക്ഷി പറയാൻ വലിയ സന്തോഷമാണ്. എഴുന്നേറ്റ് പറയും, ദൈവം എന്നെ വിശാലതയിലേക്ക് നടത്തി. ദാവീദ് പറയുന്ന വിശാലത അതല്ല. ദാവീദ് പറയുന്നത്, എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ കടന്നു വന്ന് ദൈവത്തെ സ്തുതിക്കുവാനുള്ള വിശാലത ദൈവം എനിക്ക് ഒരുക്കി തന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളില് പിറകോട്ട് ദാവീദ് നോക്കിയാൽ ദാവീദിന് പറയാൻ കഴിയും, വർഷങ്ങളായി ശവല് കുന്തവുമായി നടക്കുക, ഏത് നിമിഷവും കുത്തിക്കൊല്ലുന്നതിന് വേണ്ടി എത്രയോ പ്രാവശ്യം മരണത്തിൽ നിന്ന് വിടുവിച്ചു. അന്ന് പുറത്തായിരുന്നു,
പല സ്ഥലങ്ങളിലും ദാവീദ് കഷ്ടതയിലായിത്തീർന്ന അവസരങ്ങളുണ്ട്. മരണത്തെ മുഖാമുഖം കണ്ട സമയങ്ങളുണ്ട്. ഇപ്പൊ വീട്ടിൽ നിന്നും വരുന്ന ഭീഷണി, സ്വന്തം മകൻ തനിക്കെതിരെ കൊലവിളി നടത്തിക്കൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ളതായ പ്രശ്നങ്ങളെല്ലാം നടക്കുക. തന്നോടൊപ്പം നടന്നതായ അബീഥോഫേല് ഇപ്പൊ ആലോചന പറഞ്ഞു കൊടുക്കുക അവനെ എങ്ങനെ കൊല്ലണമെന്നുള്ളത്. ഇതെല്ലാം കണ്ടും കേട്ടും വന്ന ദാവീദ് പറയുക, കർത്താവെ, ഇന്ന് ഞാൻ വിശാലതയിലായിരിക്കുന്നു. എന്താ കാരണം എന്നറിയാമോ? ദൈവം നീതിമാനായതുകൊണ്ട്. പ്രാർത്ഥന കേട്ട ദൈവം അബീഥോഫേലിന്റെ ആലോചനയെ വ്യർത്ഥമാക്കണമെന്നൊരു ഒറ്റ പ്രാർത്ഥനയെ പ്രാർത്ഥിച്ചുള്ളൂ. മറ്റൊന്നും പറഞ്ഞില്ല. അവന്റെ ആലോചന വ്യർത്ഥമാക്കണമെന്ന്. അവന് സംഭവിച്ചത് നമുക്കറിയാം. അബ്ശാലോമിന് സംഭവിച്ചത് നമുക്കറിയാം. നീതിമാനായ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ദൈവത്തിന്റെ നീതിക്ക് മുമ്പിൽ നമുക്ക് ആർക്കും ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. നാം ദൈവത്തോട് പറയുകയല്ലാതെ, നീതിയോടെ പ്രവർത്തിക്കണമേ എന്ന് ആ ദൈവത്തോട് പറയുകയല്ലാതെ കഴിയത്തില്ല. വേദപുസ്തകം നാം ആദ്യാവസാനം പഠിച്ചാല് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഈ ദൈവം നീതികേടായി ഒന്നും ചെയ്തിട്ടില്ല. ഈ ദൈവം വിശാലതയിലേക്ക് ഒരു ദൈവപൈതലിനെ കൊണ്ടുവരുവാൻ ആഗ്രഹിച്ചാൽ ഈ ദൈവം കൊണ്ടുവന്നേ കഴിയും. ഈ ദൈവത്തിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നാം കടന്നു വരുമ്പോൾ നാം ഒന്ന് മനസ്സിലാക്കിക്കോണം. ഞാൻ പോകുന്നത് ഈ ലോകത്തിലെ ഒരു നേതാവിന്റെ അടുക്കലേക്കല്ല, ഈ ലോകത്തിലെ കുറെ സമ്പത്തിന്റെ അടുക്കലേക്കല്ല, ഈ ലോകത്തിലെ സ്ഥാനമാനങ്ങളുടെ അടുക്കലേക്കല്ല, നീതിമാനായ ഒരു ദൈവത്തിന്റെ അടുക്കലേക്കാണ് ഞാൻ കടന്നു വരുന്നത്. അവിടെ നിന്ന് എനിക്ക് ലഭിക്കുന്നത് നീതി മാത്രമായിരിക്കും. അനീതി ഇവിടെ ഉണ്ടാകത്തില്ല. നീതി മാത്രം ലഭിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് ദാവീദ് ഈ സങ്കീർത്തനം പരിശുദ്ധമായി പാടുമ്പോൾ യേശുവിനെ കണ്ടുകൊണ്ട് ദാവീദ് പാടുന്നത്. യേശു ക്രിസ്തുവിന്റെ ആ ശുശ്രൂഷ, വരവ്, ഇതെല്ലാം തന്റെ ആത്മാവിൽ കാണുകയാണ്. കർത്താവ് പറയുന്നുണ്ട്, ദാവീദ് എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചു. ദാവീദിന്റെ പുത്രൻ എന്ന് പറഞ്ഞ് അവർ യഹൂദന്മാർ പറയുക അല്ല, ദാവീദ് പറയുന്ന കർത്താവാ. ഈ കർത്താവിനെ കണ്ടുകൊണ്ടാണ് ദാവീദ് പരിശുദ്ധാത്മാവിൽ ഈ സങ്കീർത്തനം ഒക്കെ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ദൈവം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കാട്ടി യേശുവിനെ നോക്കുക. ദാവീദിനും പറയാനുള്ളത് അതേ ഉള്ളൂ. ഒറ്റ നോട്ടമേ ഉള്ളൂ എനിക്ക്, നീതിമാനായ ദൈവത്തിങ്കിലേക്ക്, ഈ ദൈവത്തിന്റെ നീതിയിലേക്ക്. പ്രശ്നങ്ങളുണ്ട്. ഗോലിയാത്ത് വെല്ലുവിളിക്കുക. ഗോലിയാത്ത് വെല്ലുവിളിക്കുമ്പം ബാലനാ ദാവീദ്. അവിടെ വലിയ ഉന്നതന്മാരില്ലാഞ്ഞിട്ടല്ല, അവിടെ വലിയ പടയാളികളോ അല്ലെങ്കിൽ പടച്ചട്ടകളോ ഇല്ലാഞ്ഞിട്ടല്ല, എല്ലാരെക്കാട്ടിലും തോൾ മുതൽ പൊക്കമുള്ള ശവൽ അവിടെ ഇല്ലാഞ്ഞിട്ടല്ല. ദാവീദ് അവിടെ ചെന്നപ്പോൾ ബാലനായ ദാവീദ് പറയാ, ഈ നീചനായ മനുഷ്യൻ എന്റെ ദൈവത്തെ നിന്ദിക്കാൻ ഇവരാനാ. ഒരൊറ്റ വാക്കേ അവനോട് പറഞ്ഞുള്ളൂ, ഞാൻ എന്റെ ദൈവമായ യഹോവയുടെ നാമത്തിലാണ് വരുന്നത്. ഗോലിയാത്ത് അന്നേരമേ തീർന്നു. ശത്രുവിനോട് നീ പറയണം, എനിക്കൊരു നാമമുള്ളവൻ യേശുവിന്റെ നാമമാ. ആ നാമത്തിൽ ഞാൻ വന്നു കഴിയുമ്പോൾ പിശാചൻ നീ പരാജയപ്പെടുക. മറ്റൊന്നുമില്ല. ഗോലിയാത്തിന്റെ തലയറക്കുന്ന ചില നിമിഷങ്ങൾ കഴിഞ്ഞാണെങ്കിലും ഈ ശബ്ദം കേട്ടപ്പോഴേ ദൈവം കാര്യമേറ്റെടുത്തു. ബാലന്റെ കഴിവ് കൊണ്ടല്ല അവിടെ അവന്റെ തല മാറിയത്. സ്വർഗത്തിലെ ദൈവം ഏറ്റെടുത്തു. ആ നാമം യേശുവിന്റെ നാമമാണ്. ഇന്ന് കാലക്കാലം ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ, നമുക്ക് പറയാൻ കഴിയണം, ഞാനിവിടെ ആരാധനയ്ക്ക് വന്നിരിക്കുന്നത് എന്റെ യേശുവിന്റെ നാമത്തിലാണ്. യേശുവിന്റെ നാമത്തിലാണ് ഞാൻ ആരാധനയ്ക്ക് വന്നിരിക്കുന്നത്. ഒരു ശക്തിക്കും എന്നെ തൊടുവാൻ കഴിയത്തില്ല. ഒരു ശക്തിക്കും എന്റെ മീതെ അവകാശമില്ല. കാരണം ഇത് നീതിമാനായ ദൈവത്തിന്റെ നാമമാണ്, യേശുവിന്റെ നാമം എന്നുള്ളത്. ഇന്ന് പകൽക്കാലം നമുക്കത് പറയാൻ കഴിയണം. ദൈവത്തിന്റെ വിടുതൽ അനുഭവിച്ച ഒരു ദൈവ പൈതലിന് ദൈവസന്നിധി ചുമ്മാ ഇരിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയാമോ? ഇത് അനുഭവിച്ച ദാവീദ് പെട്ടകത്തിന്റെ മുമ്പിൽ പഞ്ഞിനൂലങ്കി ധരിച്ച വസ്ത്രവും ധരിച്ചുകൊണ്ട് നൃത്തം ചെയ്യുമ്പോൾ മീകള് നോക്കി. എന്താ നോക്കിയത്? മീകള് പറയുന്നത് എന്തുവാ? ഇത് ചില കൂടിപ്പോയി, ഇത്രയും ഹല്ലേലൂയ ഒന്നും വേണ്ട, ഇത്രയും സ്തോത്രമൊന്നും വേണ്ട, ഇത്രയും കടുപ്പിച്ച വചനമൊന്നും വേണ്ട, ഇത്രയും ആരാധനയൊന്നും വേണ്ട, ഒരു പൊതുരത്വത്തിൽ പോയാൽ മതി. മീകളിന് ഇതേ അറിയത്തുള്ളൂ. കാരണം കൃപ നഷ്ടപ്പെട്ടവന്റെ മോളാണ്. ഈ കൃപ നഷ്ടപ്പെട്ടവന്റെ കുടുംബത്തിലുള്ള തലമുറയ്ക്കും ഇതാ അനുഭവം ഉണ്ടാകും. എന്നാൽ ദാവീദിന് പറയാൻ കഴിയും, മീകളെ ഇത് ചെറിയ ആരാധനയാണ്, ഇതിനെക്കാട്ടി കൂടുതൽ തുള്ളാൻ പോവുക. അധികാര വസ്ത്രം ഊരി വെച്ച എന്തിനാണെന്നറിയാമോ? ഇത് തന്ന ഒരു ദൈവമുണ്ട്, അത് നീതിമാനായ ദൈവമാണ്. ആടിനെ തെറ്റി കാട്ടി നടന്നതാ. അന്ന് നല്ല വസ്ത്രമൊന്നുമില്ലായിരുന്നു, കഴി കൊടുത്ത് നടന്ന സമയങ്ങളുണ്ടായിരുന്നു.
ആ വസ്ത്രം മാറ്റിയിട്ട് ഒരു രാജവസ്ത്രം എന്നെ ധരിപ്പിച്ച ഒരു ദൈവമുണ്ട്. അവിടുന്ന് ആ പാറപ്പുറത്തിരുന്ന് പാടിയപ്പോൾ അവിടുന്ന് എന്നെ കൊണ്ടുവന്ന് സിംഹാസനത്തിലിരുത്തിയ ഒരു ദൈവമുണ്ട്. ആ ദൈവം നീതിമാനായ ദൈവമാ. നിന്റെ അപ്പനെ പോലെ അല്ലത്, മറ്റുള്ളവരെ പോലെ അല്ല. ഈ ദൈവം നീതിമാനാ. ഈ ദൈവത്തെ ഞാൻ ഇതിൽ അധികം പാടി സ്തുതിക്കും. ഇതാ ഒരു ദൈവത്തിൽ പറയുന്നത്. ജീവിതത്തിൽ ഉയർച്ച വരുമ്പോൾ, ജീവിതത്തിൽ നന്മ വരുമ്പോൾ, ജീവിതത്തിൽ വിടുതലുകൾ സംഭവിക്കുമ്പോൾ ആരാധന കൂടുതൽ ഉയരണം, ആരാധനയിൽ കൂടുതൽ വർദ്ധിച്ചു വരുവാൻ ഇടയായി തീരണം. ഇതാണ് ഒരു ദൈവമൈതന്റെ ജീവിതത്തിലെ വിടുതൽ എന്ന് പറയുന്നത്. ഇവിടെ പറയാണ്, പുരുഷന്മാരെ നിങ്ങൾ എത്രത്തോളം എന്റെ മാനത്തെ നിന്നയാക്കി മായയെ ഇച്ഛിച്ച് വ്യാജത്തെ അന്വേഷിക്കും. ഇതെന്നുമുണ്ട്. ദാവീദിന്റെ മാനത്തെ ഇല്ലായ്മയാക്കാൻ എത്രയോ പുരുഷന്മാർ ശ്രമിച്ചു. ഇതൊക്കെ മായ. ഈ ദൈവത്തോട് മത്സരിക്കുകയാണ് ദൈവസഭയോട് മത്സരിക്കുന്നത്. ഞാൻ നിങ്ങളും അത് മനസ്സിലാക്കുക. ഇവിടെ ഈ കെട്ടിടത്തിന് യാതൊരു പ്രത്യേകതയുമില്ല. വെയിൽ കൊള്ളാതെ അല്ലെങ്കിൽ മഴയേക്കാതെ മഞ്ഞയേക്കാതെ വന്നിരിക്കാവുന്നേ ഉള്ളൂ. പക്ഷെ ഇതിനുള്ള പ്രത്യേകത എന്തുവാണെന്നറിയാമോ? ഞാനും നിങ്ങളിവിടെ കടന്നു വന്നതാ പ്രത്യേകത. ദൈവത്തിന്റെ ആലയമായത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നവര്, അഭിഷേകം പ്രാപിച്ചവര്, ദൈവകൃപയുള്ളവര്, അവരുടെ മുമ്പിലേക്ക് ദൈവം ഇറങ്ങി വരിക. 2 3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും എന്റെ സാന്നിധ്യം ഉണ്ടെന്ന് അരുളി ചെയ്ത ദൈവ സാന്നിധ്യം ഇവിടെ ഇറങ്ങി വന്നു കഴിയുമ്പോൾ ഈ വലിയവരായ, ബലഹീനരായ, കാല് വയ്യാത്ത, കൈ വയ്യാത്ത, അല്ലെ ശരീരത്തിന് വേദനയുള്ള നമ്മുടെ ബലഹീനതയല്ല ഇവിടെ വരുന്നത്. ബലവാനായ ദൈവത്തിന്റെ ശക്തി ഇവിടെ ഇറങ്ങി വന്നിരിക്കുക. ഇവിടെ ഉയരുന്ന ആരാധന സ്വർഗത്തിലേക്ക് കയറുക. ദൂതന്മാരിവിടെ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന സ്ഥലമാ. ഇവിടെ മാനുഷിക വാക്കുകൾ ഉപയോഗിക്കാൻ നമുക്ക് അധികാരമില്ല. കാരണം ഇവിടെ എന്തു പറഞ്ഞാലും നമ്മുടെ ദൈവത്തോടാണ് നാം സംസാരിക്കുന്നത്. ഇവിടെ ആരെ നിന്ദിച്ചാൽ, ഇവിടെ ഒരു വ്യക്തിയെ, ഇവിടെ ഒരു കൊച്ചു കുഞ്ഞിനെ, ഇവിടെ ഒരു മുതിർന്ന ആളിനെ ഇവിടെ നിന്ദിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ആരെയാണെന്ന് അറിയാമോ? അഭിഷേകമുള്ളവന്റെ മേൽ ദൈവശക്തി വ്യാപരിക്കുന്നവനെ നിന്ദിക്കുന്നത് ദൈവത്തെ നിന്ദിക്കുക. അതുകൊണ്ട് മോശയോട് ദൈവം പറഞ്ഞു, മോശേ, നിന്നെ അല്ല അവര് നിന്ദിച്ചത്, നിന്നോടല്ല അവർ വഴക്കുണ്ടാക്കിയത്, പിന്നെ ആരോടാ? എന്നോടാണ്. ദൈവമക്കൾ വളരെ ഭക്തിയോടെ ഭയത്തോടെ ദൈവത്തെ സേവിക്കണം. ദൈവസന്നിധിയിൽ നമ്മൾ വളരെ നിർമ്മലരായി ജീവിക്കുവാനിടയാണ്. 3-ാം വാക്യം വായിക്കുന്നു. യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്ന് അറിവിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും. യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ച ഒരു കൂട്ടരാണ് ദൈവഭക്തന്മാരെന്ന് പറയുന്നത്. വേർതിരിക്കപ്പെട്ടത്. ദൈവത്തിന്റെ വേർതിരിവ് പ്രാപിച്ച ദൈവമക്കൾക്ക് അറിയാം അതിന്റെ അനുഗ്രഹം എത്രയുണ്ട്. നമ്മൾ വേർതിരിക്കപ്പെട്ടവർ. ഗലാത്യലേഖനം 1:15 വായിക്കുമ്പോൾ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. എങ്കിലും എന്നെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തന്റെ കൃപയിൽ വിളിച്ചിരിക്കുന്ന ദൈവം എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ചു. എന്നാൽ യിരെമ്യാ പ്രവാചകൻ കുറച്ചുകൂടെ വളരെ ആഴമായി പറയാം. 1:4-5 വായിച്ച യിരെമ്യാ പ്രവാചകൻ, യഹോവയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടായതെന്നാൽ നിന്നെ ഉദരത്തിൽ ഉരുവാക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചു. അപ്പൊ എന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ എന്നെ അറിഞ്ഞ ഒരു ദൈവമുണ്ട്. ആ വേർതിരിവാണ് നമുക്കുള്ളത്. നാം വേർതിരിക്കപ്പെട്ടവരാണ്. എല്ലാം പറയാനൊക്കത്തില്ല, എല്ലാം ചെയ്യുവാനൊക്കത്തില്ല, എല്ലാം കഴിക്കുവാനൊക്കത്തില്ല, എല്ലാം കാണുവാനൊക്കത്തില്ല. കാരണം വേർതിരിക്കപ്പെട്ടവരാ. ഈ വേർതിരിവ് ദൈവങ്ങളുടെ ജീവിതത്തിലുള്ളവരാണ്. ഈ വേർതിരിവുള്ളവനാണ് വിശാലതയിലേക്ക് നടത്തപ്പെടുന്നത്. ഈ വേർതിരിവ് എന്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ പുതിയ നിയമത്തിലെ ചില 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ അവസാനിപ്പിക്കാം. 1-ാമത്തെ കാര്യം നമുക്കറിയാം. 38 വർഷമായി കുളക്കരയിലൊരുത്തൻ കിടക്കുക. വിടുവിക്കാൻ ആരുമില്ല. 38 വർഷമായി അവിടെ കിടക്കുക. അവന് എത്ര പ്രായമുണ്ടെന്ന് ആർക്കും അറിയത്തില്ല. പക്ഷെ 38 വർഷമായി ഇവൻ കിടക്കുക. ഒരുപക്ഷെ അവനെ ചെറുപ്പത്തിലെ കൊണ്ടൊന്ന് അവിടെ ഇട്ടതായിരിക്കാം. സൗഖ്യമാകുവാന് അവൻ ആഗ്രഹത്തോടെ വന്നത്. പക്ഷെ ഇതുവരെയും സൗഖ്യമായില്ല. പക്ഷെ ഒരൊറ്റ ചോദ്യം എന്റെ യേശു വന്ന് അവനോട് ചോദിക്കുന്നു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ഒരു കാര്യം നാം മറന്നു പോകരുത്. എത്ര കാലമായി ഒരു രക്ഷയുമില്ല, ഒരു വിടുതലുമില്ല, ഒരു അനുഗ്രഹവുമില്ലെന്ന് പറഞ്ഞ് കിടന്നിരുന്ന സ്ഥാനത്ത് ഒരൊറ്റ നിമിഷം മതി നിന്റെ പ്രശ്നത്തിന് പരിഹാരം തരുവാൻ യേശു അവിടെ വന്ന് പറയുക, നിനക്ക് മനസ്സുണ്ടോ? ഈ മനസ്സ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാല് അവിടെ വിടുതലാണ്. അവൻ പിന്നെ അവിടെ കിടന്നില്ല കുളക്കരയില്.
അവൻ എഴുന്നേറ്റ് പോകുവാൻ ഇടയായിട്ട്. സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിന്റെ അടുത്ത് ഒരുത്തനെ എടുത്തുകൊണ്ടിരുത്തുക എന്തിനാണെന്നറിയാമോ? ഭിക്ഷയാചിക്കാൻ. അവന്റെ ആഗ്രഹം ഒന്നേ ഉള്ളൂ, കുറെ ഭൗതിക നന്മകൾ വേണം. മറ്റൊന്നും അവന് ആഗ്രഹമില്ല, എന്തെങ്കിലും നാണയത്തൊട്ടുകൾ കിട്ടണം. അതുകൊണ്ടാണ് പത്രോസിനോടും യോഹന്നാനോടും അവരെ നോക്കി കൈ നീട്ടി എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചാൽ നല്ല പടപടപ്പുള്ള ഉടുപ്പ് വിളയുടുപ്പും ഒക്കെ ധരിച്ചാ ചെല്ലുന്നത്. ഇവരുടെ 5 പൈസ ഇല്ലെന്നുള്ളതിന് ലോകപ്രകാരം പലതും നമ്മുടെ ഈ കാണത്തില്ല, പക്ഷെ ഒന്ന് നമ്മുടെ ഇതുണ്ട്, യേശു എന്ന നാമം. അവൻ പറയാ എനിക്ക് വല്ലതും എന്നെ സൂക്ഷിച്ച് ഞങ്ങളെ ഒന്ന് നോക്ക്. എന്തിനാ ഈ സൂക്ഷിച്ചു നോക്കുന്നത്? എന്നെയും നിങ്ങളെയും കാണുമ്പോൾ യേശുവിനെ കാണണം. എന്നെയും നിങ്ങളെയും കാണുമ്പോൾ യേശുവിന്റെ മുഖം അവിടെ കാണുവാൻ ഇടയായി തീരണം. അവര് പറയാ യേശുവിന്റെ നാമത്തിൽ നീ എഴുന്നേറ്. പിന്നെ അവൻ അവിടെ ഇരുന്ന് ഇരക്കുകയല്ലായിരുന്നു, പിന്നെ അവൻ തുള്ളിച്ചാടുകയായിരുന്നു. എത്രയോ കാലമായി നമ്മളൊന്ന് പുറകോട്ട് ചിന്തിച്ചു നോക്കിയാല് ഈ എരന്ന അവസ്ഥയിലല്ലായിരുന്നു നമ്മളായിരുന്നത്. പിശാച് നമ്മളെ കെട്ടിയിരുത്തിയിരുന്ന ഇടത്ത് നിന്ന് എന്റെ യേശുവിന്റെ നാമം എന്നെ ഉയർത്തിയത്. എന്റെ യേശുവിന്റെ നാമമല്ല എന്നെ ഇവിടെ കൊണ്ടുവന്നത്. എന്റെ യേശുവിന്റെ നാമത്തിലല്ല ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. എന്നിട്ട് ഞാൻ ഇപ്പോഴും പറയുക, എന്റെ യേശുവിന്റെ നാമത്തെ ദുഷിക്കുന്നുവെങ്കിൽ ദൈവ പൈതലേ 2 പ്രാവശ്യം ചിന്തിക്കണം. ഞാൻ മുന്നോട്ട് പോകട്ടെ. നടുങ്ങുകയും പാപം ചെയ്യാതിരിക്കുകയും നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിക്കും. ഈ വളരെ വ്യക്തമായി ദാവീദ് പറയുക, ദാവീദിനെതിരെ ആലോചന കൂടിയതൊക്കെ രാത്രിയിലാണ്. ഈ കിടക്കമേൽ കിടന്ന് പാപം ചിന്തിച്ച് പിറ്റേ ദിവസം വന്ന് ദൈവസഭയിലോ ദൈവസന്നിധിയിലോ ദൈവദാസന്റെ മുമ്പിലോ ദൈവമക്കളുടെ മുമ്പിലോ ആകാത്ത വാക്കുകൾ ഉച്ചരിക്കാൻ പിശാച് നിന്നെ പ്രേരിപ്പിക്കുമ്പോൾ അവിടം കൊണ്ട് അവനെ ശാസിച്ച് അകറ്റുവാനുള്ള ബുദ്ധി ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. സഭാപ്രസംഗിയുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ 8:11 വായിക്കുമ്പോൾ പറയുന്നത് എന്തുവാ? ദുഷ്പ്രവൃത്തിക്കുള്ള ശിക്ഷാവിധി തൽക്ഷണം നടക്കായി കൊണ്ട് മനുഷ്യൻ ദോഷം ചെയ്യുവാൻ എന്ത് ചെയ്യുക? ധൈര്യപ്പെടുക. ഇതാ ഇന്നത്തെ പെന്തക്കോസ്തുകാർക്ക് പറ്റിയത്. ഈ ശിക്ഷാവിധി ഉണ്ടെന്നുള്ളത് അവിടെ വ്യക്തമായി പറയുക. ഈ ദുഷ്പ്രവൃത്തിക്കുള്ള ശിക്ഷാവിധി ഉണ്ട്. പക്ഷെ ദൈവം കരുണയുള്ളവനായോട് എന്ത് ചെയ്യുക? തൽക്ഷണം അത്, അല്ലെങ്കിൽ കോരഹിനെ പോലെ നഷ്ടപ്പെട്ടു പോയി. ഭൂമി എന്ത് ചെയ്യും? വായു വളർന്നേ. എന്നാൽ ഇന്ന് ദൈവത്തിന്റെ കൃപ ഇന്ന് ഉണ്ടെന്നുള്ളത് കൊണ്ട് ഈ കൃപയ്ക്ക് മുമ്പിൽ നീ മത്സരിക്കരുത്. ഈ കൃപയ്ക്ക് മുമ്പിൽ മത്സരിക്കരുത്. ദാവീദിന് പറയാൻ കഴിയും, ഈ കൃപയാണ് എന്നെ ഇന്നോളം നടത്തിയത്. ഈ കൃപയ്ക്ക് മുമ്പിൽ ഞാൻ മത്സരിച്ചില്ല. ആ ഹിതത്തിനായി ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചു. എന്റെ ജീവിതത്തിൽ എന്റെ ദൈവം എന്നെ കൃപയിൽ കാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ദാവീദിന്റെ നിശ്ചല കൃപ എന്ന് പറയുന്നത്. ദൈവം അവന്റെ മേൽ പകർന്ന കൃപ, അവന്റെ മേൽ പകർന്ന കൃപ അവനെ ഓരോ ദിവസവും വഴി നടത്തിയെങ്കിൽ ദൈവവേദനയെ ഇന്ന് പകൽക്കാലം നാം ഒരു നിമിഷം ഒന്ന് ചിന്തിക്കണം. ആ കൃപ എന്റെ മേലുള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത്. ആ കൃപ നഷ്ടപ്പെടുവാൻ ഇടയാകല്ലേ. ആ കൃപയ്ക്ക് കേടുവരുന്നതൊന്നും എന്റെ വായിൽ നിന്ന് വരരുത്. ഭൂമി വായു വിളർക്കുന്നു. അല്പ കടുത്താണെങ്കിലും പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ ദൈവസന്നിധിയിൽ പറയുന്നു. നിന്നെ വിഴുങ്ങുവാൻ ഭൂമി വായു വിളർക്കുന്ന ദിവസം നോക്കിയിരിക്കുക ശത്രു. നിന്നെ വിഴുങ്ങുവാൻ ഭൂമി വായു വിളക്കുവാൻ പോകുന്നു. ഭൂമി വായു വളർന്ന് നിന്നെ വിഴുങ്ങുവാൻ വേണ്ടി കാത്തിരിക്കുന്ന ചില നിമിഷങ്ങളുണ്ട്. അത് ഒരുക്കി വെച്ചുകൊണ്ട് പിശാച് അവിടെ കാത്തിരിക്കുക. അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ ഇന്ന് ആ കൃപയ്ക്ക് വേണ്ടി നീ യാചിച്ചു. ദൈവാത്മാവ് പറയുന്ന കാര്യം പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഭൂമി ഒന്നിനെയും വിഴുങ്ങരുത്. ഭൂമി വായു വളർന്ന് ഒന്നിനെയും വിഴുങ്ങരുത്. ഭൂമി വായു വളർന്ന് ഒന്നിനെയും വിഴുങ്ങരുത്. ദൈവസന്നിധിയിൽ ഭയത്തോടെ ദൈവത്തെ സേവിക്ക്. ഭൂമി വായു വളർന്ന് നിന്നെ വിഴുങ്ങുവാൻ പിശാച് നിനക്ക് വേണ്ടി കഴിയൊരുക്കിക്കൊണ്ടിരിക്കുക. എന്നാൽ ഇന്ന് പകൽക്കാലം ആ കൃപയ്ക്ക് വേണ്ടി നീ യാചിച്ചു. ആ കൃപയ്ക്ക് വേണ്ടി നീ യാചിച്ചു. യേശുവിന്റെ രക്തത്താൽ ജയം. യേശുവിന്റെ രക്തത്താൽ ജയം. ഹല്ലേലൂയ. പിന്നെ പറയുകയാണ്, നീതിയാഗങ്ങളെ അർപ്പിപ്പീൻ, യഹോവയിൽ ആശ്രയം വെപ്പീൻ, നമുക്ക് നന്മ കാണിക്കുമെന്ന് പലരും പറയുന്നു. യഹോവയെ നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കാനാണ്. ഇത്ര കരുണയുള്ള ദൈവം. ആ മുഖപ്രകാശം നമ്മുടെ മേൽ ഉദിപ്പിച്ച് നമ്മളെ രക്ഷിക്കുവാൻ സന്നദ്ധതയോടെ നമ്മുടെ അടുത്ത് വന്നിരിക്കുന്ന ദൈവം.
ആ ദൈവത്തെ നമ്മൾ എത്ര സ്തുതിച്ചാലും മതിയാകില്ല. ഞാൻ മുന്നോട്ട് പോട്ടെ. ഞാൻ അവിടെ 7-ാം വാക്യം പറയാ, ധാന്യം വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ഒരു കൃഷിക്കാരന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത് അവന്റെ വിളവ് നന്നായി വിളഞ്ഞ് അവന്റെ വണ്ടികശാല നിറച്ച് അവൻ അതിനെ കരുതി വെക്കാൻ കഴിയുന്നത് അവന്റെ സന്തോഷം എന്ന് പറയുന്നത്. അതാ ഇവിടെ പറയുന്നത് ധാന്യവും വീഞ്ഞും. ഈ ലോകത്തിലേതൊക്കെ കണ്ട് സന്തോഷിക്കുന്നത് അത് ആ സന്തോഷത്തെക്കാൾ വലിയ ഒരു ആത്മീയ സന്തോഷമാണ് ദാവീദ് പറയുന്നത് ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നത്. ഈ ലോകത്തിലെ രാജകൊട്ടാരമോ ഈ ലോകത്തിലെ രാജസിംഹാസനമോ ഇതൊന്നുമല്ല എന്നെ സന്തോഷിപ്പിക്കുന്നത്. എന്റെ ദൈവത്തിന്റെ സന്നിധിയിലെ സന്തോഷം അത് ഇതിനേക്കാളൊക്കെ വലുതാണ്. അതാണ് ദാവീദ് പറയുന്നത്. ദൈവ പൈതലേ, നമ്മുടെ ജീവിതത്തിൽ ഈ കാണുന്നത് ഒന്നുമല്ലൊരു സന്തോഷം എന്ന് പറയുന്നത്. ഇതൊക്കെ അനുഭവിക്കാൻ ദൈവം നമുക്ക് തരുന്ന കൃപയ്ക്കായ ദൈവത്തെ സ്തുതിക്കാം. എന്നാൽ ഒരു കാര്യം മറന്നു പോകരുത്, ഒരു ആത്മീയ സന്തോഷം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അവൻ നൽകിയിരിക്കുന്നു. അത് ഓരോ ദിവസം കഴിയുമ്പോൾ അധികമധികമായി നൽകിക്കൊണ്ടിരിക്കുന്നു. അവസാനത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവയെ നിർഭയം വസിക്കുമാറാക്കുന്നത്. സമാധാനത്തോടെ കിടന്നുറങ്ങുന്ന ഒരു ദൈവ പൈതൽ. എന്താ ഈ സമാധാനത്തോടെ കിടന്നുറങ്ങുന്ന? ജീവിതത്തിൽ സമാധാനം ഉണ്ടെങ്കിൽ അത് ആർക്കേ ഉള്ളൂ? ഒരു ദൈവ പൈതലിനേ ഉള്ളൂ. അമേരിക്ക ഭരിക്കുന്ന പുതിയ പ്രസിഡന്റിനാണേലും വലിയ സമാധാനമൊന്നുമില്ല. നാളെ എന്തൊക്കെ ആയിത്തീരും, ഊരുകുട്ടി ഇറങ്ങി നടക്കാനൊക്കത്തില്ല. പക്ഷേ യോജിച്ചാനെയോ എന്നെയോ തോമാച്ചാനെയോ ഒക്കെ നോക്കിയാൽ സമാധാനത്തിന് ഒരു കുറവുമില്ല. കാരണം കാലും കൈയും വയ്യ, ശരീരം വയ്യ, പക്ഷെ സമാധാനത്തിന് കുറവുണ്ടോ? ഒരു കുറവുമില്ല. കാരണം എന്താണെന്നറിയോ? നാളെ കൊണ്ടൊരു പ്രശ്നവും ഇല്ലെന്ന് ഈ ഭൂമി കീഴ്മേൽ പറഞ്ഞാലും ഒരു വിഷയം എന്നെ സംബന്ധിച്ചോളമല്ല, ആരെയും സംബന്ധിച്ചു. കാരണം ഒരു ദൈവത്തിന് ഒരു പ്രത്യാശയുണ്ട്, ഇത് മാറിപ്പോന്നതാ. ഉറങ്ങാൻ കിടന്ന യോജിച്ചാൻ എന്നോട് കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞു. ഇവിടെ വന്നപ്പോൾ 3 വർഷം ഉറക്കമില്ല. മരുന്ന് കഴിച്ച്, എണ്ണ കഴിച്ചു, ഉറക്കമില്ല, ഭാരപ്പെട്ടു. പക്ഷെ ഒറ്റ കാര്യം തമ്പുരാനോട് പറഞ്ഞു, ഈ വിഷയത്തിന് പരിഹാരം തരണം. ഇപ്പൊ പറയുന്ന കട്ടിൽ കണ്ട ഉറങ്ങി. എന്താ കാര്യം? സമാധാനം തരുന്ന ഒരു ദൈവമുണ്ട്. എല്ലാ പ്രശ്നത്തിനും, നിന്റെ ജീവിതത്തിലെ സകല പ്രശ്നത്തിനും സമാധാനം തരുന്ന ഒരു ദൈവമുണ്ട്. അത് നീതിമാനായ ദൈവമാണ്. ഇന്ന് പകൽക്കാലം ഇവിടെ ആയിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ഈ കാണുന്നത് ഒന്നുമല്ല നമുക്കുള്ളത്. ഇതെല്ലാം താൽക്കാലികമാണ്. ഇതെല്ലാം വെന്തരിയുന്ന ഒരു ദിവസമുണ്ട്. എന്നാൽ ഒരു നിത്യഭവനം ഒരുക്കി നമ്മെ ചേർക്കാൻ വരുന്ന കർത്താവ്. വാനം മേഘങ്ങളിൽ കാഹൾ തുണി കേൾക്കാൻ കാലമായി. നാം മറന്നു പോകരുത്. നാം പിടിച്ച പ്രത്യാശ നഷ്ടപ്പെടരുത്. ആ ദൈവത്തിന്റെ സന്നിധി നമുക്ക് പ്രത്യാശയോടെ ആയിരിക്കാം. നമുക്ക് പറയാൻ കഴിയണം, ആമേൻ കർത്താവായ യേശുവേ, അങ്ങ് വേഗം വരണമെന്ന് ഞാൻ റെഡിയായിരിക്കുക. എന്റെ വായിലെ വാക്കുകൾ, എന്റെ ഹൃദയത്തിലെ ധ്യാനം, എന്റെ സകല പ്രവൃത്തികളും അങ്ങേക്ക് എതുവാമണ്ണം മാത്രമായിരിക്കാൻ എന്നെ സഹായിക്കണം. എനിക്ക് നോക്കുവാൻ ഒരിടമുണ്ട്, യേശുവിന്റെ മുഖത്തേക്ക്. ആ യേശുവിനെ നോക്കി നമുക്ക് മുന്നേറാം. അടിയനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കേൾപ്പിച്ച നല്ല ആലോചനയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. പ്രൈസ്. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് ദൈവസന്നിധിയിൽ നമുക്ക് ഒരു നിമിഷം ഒന്ന് ധ്യാനിക്കാം. കർത്താവേ, ഈ വചനം ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരണം. നമ്മളൊരു സ്തോത്രം ചെയ്യുമ്പോൾ the choir will come forward for the English chorus. Hallelujah. നമുക്ക് ചേർന്ന് ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ. ഒരുമിച്ച് ഒരു ഇംഗ്ലീഷ് ഗാനോട് പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ കർത്താവ് ഇടയാക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കേൾപ്പിച്ച ആലോചന പോലെ സ്വസ്ഥതയോടെ, സമാധാനത്തോടെ, പ്രതികൂലങ്ങളുടെ നടുവിലും ഒരു ദിവ്യ സമാധാനം നമ്മുടെ മേൽ പകരം ദൈവത്തിന്റെ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിച്ചാണ്. പ്രിയ സഹോദരങ്ങളെ, ഇംഗ്ലീഷ് ചോർ ഹല്ലേലൂയ സ്തോത്രം ആരാധന ലീഡ് ചെയ്യും. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രിയ സഹോദരങ്ങളോട് ചേർന്ന് അല്പനിമിഷം കൂടെ ദൈവത്തെ ആരാധിക്കാൻ കർത്താവ് നമ്മെ ഇടയാക്കട്ടെ. ഹല്ലേലൂയ. Praise the Lord Jesus. Praise the Lord. As we come into the presence, let us remember that we are coming to the holiest of holy place, where our Lord Jesus Christ, the creator of this world, has died for us. Let us meditate upon the cross where he has died, shed his precious blood. Oh Lord, we praise. We might be having differences with people, we might be having differences with God, but at this moment let us think that we are nothing. Let us remember that, as the psalmist says, what am I God that you are mindful of me? Let us think about that. Let us bring our heart unto him. It might be a backslided heart, a heart made up of rock,
from turning to God. Let us ask Him to turn into flesh. We need His grace as we sing about the cross. Let us ask God to help us to come closer and draw us nearer to the cross. Let us be meditating of that and sing along with the choir. Amen. Hallelujah. I am thine, O Lord. I have heard thy voice, and it told thy love to me. Hallelujah. I long to rise in the arms of faith and be closer drawn to thee.
ഞങ്ങളെ അടുപ്പിക്കുന്ന അവിടുത്തെ കൃപയ്ക്കായി, അവിടുത്തെ സ്നേഹത്തിനായി സ്തോത്രം എന്ന് പറയാം. ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, ഇന്ന് സ്തോത്രം ഈ പകൽക്കാലം ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ച അവിടുത്തെ വിശ്വസതയ്ക്കായി സ്തോത്രം. ഞങ്ങളെ കേൾപ്പിച്ച അവിടുത്തെ വചനങ്ങൾക്കായി സ്തോത്രം. സംഗീതത്തോടെ ഞങ്ങൾ സംസാരിച്ച അവിടുത്തെ വിശ്വസതയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ ദാസനെ ബലപ്പെടുത്തിയല്ലോ, പ്രിയപിതാവിനെ വീണ്ടും ബലപ്പെടുത്തുമാറാകണമേ. ഞങ്ങൾ കുഞ്ഞുങ്ങളോട് ചേർന്ന് നിങ്ങൾക്ക് ആരാധിപ്പാൻ കർത്താവ് സഹായിക്കുന്നല്ലോ. അനവധിയായ അനുഗ്രഹങ്ങളാൽ നന്മകളാൽ നിങ്ങൾ നിറയ്ക്കണമേ. അവിടുത്തെ നാമത്തിന്റെ മഹത്വം ഇന്ന് പകൽക്കാലം ഈ ആരാധന നിമിഷങ്ങൾ നിലനിൽക്കുവാൻ കർത്താവ് ഇടയാക്കണം. അതിനായി ഞങ്ങളെ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിരിക്കുകയാൽ സ്തോത്രം. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. Amen. Now the kids will come forward for the memory verses. നമ്മുടെ കുഞ്ഞുങ്ങൾ മുന്നോട്ട് കടന്നു. Kids, please come first. Hallelujah. Hallelujah. Amen. Praise the Lord. John 1 verses 1 to 3. In the beginning the Word already existed. The Word was with God and the Word was God. He existed in the beginning with God. Nothing was made except through Him. Amen. Praise God. When I was afraid, I put my trust in you. Psalms 56:3. Psalms 19 verses 7 to 10. The law of the Lord is perfect, refreshing the soul. Oh, the statutes of the Lord are trustworthy, making wise the simple. The precepts of the Lord are right, giving joy to the heart. The commands of the Lord are radiant, giving light to the eyes. The fear of the Lord is pure and enduring forever. The decrees of the Lord are firm, and all of them are righteous. They are more precious than gold, than much pure gold. They are more sweeter than honey from the honeycomb. Psalms 107:1. Give thanks to the Lord, for He is good. His love endures forever. Psalms 190 verse 13. With my lips I declare all the judgments of your mouth. Ecclesiastes 12:13 and 14. Now all has been heard. Here is the conclusion of the matter. Fear God and keep His commandments. For this is the duty of all mankind. For God will bring every deed into judgment, including every hidden thing, whether it is good or evil. Praise God. Hallelujah. Ecclesiastes 7, verse 8 and 9. The end of a matter is better than its beginning, and patience is better than pride. Do not be quickly provoked. Your spirit for anger resides in the lap of fools. I will love you, O Lord, my strength. The Lord is my rock and my fortress and my deliverer. My God, my strength, in whom I will trust. My shield and the horn of my salvation, my stronghold. Psalms 18 verses 1 and 2. Amen. Psalm 118 verse 12. Give thanks to the Lord, for He is good and God endures forever. Finally, all of you be one-minded, having compassion to one another, love as brothers, be tender-hearted, be courteous, not returning evil for evil or reviling for reviling, but on the contrary, blessing, knowing that you were called for this, that you may inherit a blessing. 1 Peter 3 verse 8 and 9. Psalm 91 verses 1 to 4. Whoever finds shelter in the Most High will rest in the shadow of the Almighty. I will say of the Lord, He is my refuge and my fortress, my God in whom I trust. Surely He will save me from the fowler's snare and from the deadly pestilence. He will cover you with His feathers, and under His wings you will find shelter. His
faithfulness will be your shields and rampart. Blessed is the man who walks not in the counsel of the wicked, nor stands in the way of sinners, nor sits in the seat of scoffers. But his delight is in the law of the Lord, and on that law he meditates day and night. He is like a tree that is planted by streams of water, that yields fruit in its season, and its leaf does not wither. In all that he does, he prospers. Psalms 1 verses 1 to 3. Happy is the man who finds wisdom and gains understanding, for her pursuits are more better than profits of silver, and her gains are more finer than gold. Proverbs 3 verses 13 to 14. നിമിഷങ്ങൾ ദൈവത്തിന്റെ വചനത്തിന് മുമ്പായി ആയിരിക്കാൻ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെ ഇടയാക്കുന്ന കൃപകൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. കർത്താവിന്റെ തിരുമേശ നമ്മുടെ മുമ്പേ ഉണ്ടല്ലോ. ഹല്ലേലൂയ. ശുശ്രൂഷയ്ക്ക് ശേഷം കർത്താവിന്റെ തിരുമേശയുടെ ശുശ്രൂഷയിലേക്ക് നമുക്ക് വേഗത്തിൽ പ്രവേശിക്കുന്നുണ്ട്. വേഗത്തിൽ നമുക്ക് ശ്രദ്ധയിലിരിക്കുക. നെഹമ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായം അതിന്റെ 5 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ. Let us turn the Bibles to Nehemiah chapter 8, verses 5 to 12. എസ്രാ സകല ജനവും കാണിയ പുസ്തകം വിടർത്തി, അവൻ സകല ജനത്തിനും മീതെ ആയിരുന്നു. അത് വിടർത്തിയപ്പോൾ ജനമെല്ലാം എഴുന്നേറ്റ് നിന്നു. എസ്രാ മഹാദൈവമായ യഹോവയെ സ്തുതിച്ചു. ജനമൊക്കെയും കൈ ഉയർത്തി ആമേൻ ആമേൻ എന്ന് പ്രതിവചനം പറഞ്ഞു വണങ്ങി സാഷ്ടാംഗം വീണ് യഹോവയെ നമസ്കരിച്ചു. ജനം താന്താന്റെ നിലയിൽ തന്നെ നിന്നിരിക്കെ യേശുവ, ബാനി, ഷെരബിയാവ്, യാമീൻ, അക്കൂബ്, ശബത്തായി, ഹോദിയാവ്, മയസേയാവ്, കെലീത, അസരിയാവ്, യോസാബാദ്, ഹാനാൻ, പെലായാവ് എന്നിവരും ലേവ്യരും ജനത്തിന് ന്യായപ്രമാണത്തെ പൊരുൾ തിരിച്ചു കൊടുത്തു. ഇങ്ങനെ അവർ ദൈവത്തിന്റെ ന്യായപ്രമാണ പുസ്തകം തെളിവായി വായിച്ചു കേൾപ്പിക്കുകയും വായിച്ചത് ഗ്രഹിപ്പാൻ തക്കവണ്ണം അർത്ഥം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. And Ezra opened the book in the sight of all the people, for he was standing above all the people, and when he opened it, all the people stood up. And Ezra blessed the Lord, the great God. Then all the people answered, Amen, Amen, while lifting up their hands, and they bowed their heads and worshipped the Lord with their faces to the ground. Also Joshua, Bani, Sherebiah, Jamin, Akub, Shabbatai, Hodijah, Maaseiah, Kelita, Azariah, Josaphat, Hanan, Pelaiah, and the Levites helped the people to understand the law, and the people stood in their place. So they read distinctly from the book in the law of God, and they gave the sense and helped them to understand the reading. And Nehemiah, who was the governor, Ezra, the priest and scribe, the Levites who taught the people, said to all the people, This day is holy to the Lord your God. Do not mourn nor weep. For all the people wept when they heard the words of the law. Then he said to them, Go your way, eat the fat, drink the sweet, and send portions to those for whom nothing is prepared, for this day is the holy to our Lord. Do not sorrow, for the joy of the Lord is your strength. So the Levites quieted all the people, saying, Be still, for the day is holy, do not be grieved. And all the people went their way to eat and drink, to send portions and rejoice greatly, because they understood the words that were declared to them. Praise the Lord. 10-ാം വാക്യം മലയാളത്തിലെ 10-ാം വാക്യം വായിക്കട്ടെ. 10-ാം വാക്യം 9 മുതൽ വായിച്ചത് സഹോദരൻ 10 മാത്രം വായിച്ചാൽ 10-ാം വാക്യം മാത്രം വായിച്ചാൽ. അനന്തരം അവർ അവരോട്, നിങ്ങൾ ചെന്ന് മൃഷ്ടാന ഭോജനവും മധുരപാനീയവും കഴിച്ച് തങ്ങൾക്കായി വട്ടം കൂട്ടിയിട്ടില്ലാത്തവർക്ക് പകർച്ച കൊടുത്തയപ്പി. ഈ ദിവസം നമ്മുടെ കർത്താവിന് വിശുദ്ധമാകുന്നു. നിങ്ങൾ ദുഃഖിക്കരുത്, യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നുവല്ലോ എന്ന് പറഞ്ഞു. യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. The joy of the Lord is our strength. Hallelujah. Rebuilding from the ruins. Praise the Lord. Hallelujah. That is what we preach, we meditate this. തകർച്ചയിൽ നിന്ന് പണിയുക. അതാണല്ലോ നാം ഈ ദിവസം ചിന്തിക്കുന്ന വേദഭാഗം. Rebuilding from the ruins. That is what we've been discussing the last few weeks. Praise the Lord. യഹോവയെങ്കിലെ സന്തോഷം നമ്മുടെ ബലമാകുന്നു എന്നുള്ളതാണ് ഈ 10-ാം ഭാഗത്തിന്റെ തലക്കെട്ട്. For the joy of the Lord is your strength is the main theme on this verse 10. Praise the Lord. We know, നമുക്കറിയാം നെഹമ്യാവ് മതിൽപ്പണി തീർത്തു. അതിനെക്കുറിച്ച് നാം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിന്തിച്ചു. We know that Nehemiah was able to finish the building of the wall successfully. That's what we understood last week. പ്രവാസത്തിലേക്ക് പോയ ദൈവജനത്തിന്റെ മടങ്ങി വരവിന് ദൈവം പ്രധാനമായി ഉപയോഗിച്ച 3 വ്യക്തിത്വങ്ങളാണ് സെരൂബാബേൽ, എസ്രാ, നെഹമ്യാവ്.
when the people went into exile and God brought them back to Israel, God mainly used three people, Nehemiah, Zerubbabel and Ezra. Praise the Lord. Zerubbabel was used. Zerubbabel ഉപയോഗിച്ചത് ആരാധനയെ സാധാരണപ്പെടുത്തുവാൻ ആലയം പണിക്കാണ് സെരുബാബേലിനെ പ്രധാനമായും ദൈവം ഉപയോഗിച്ചത്. Zerubbabel was mainly used for the building of the temple. യെസ്രയെ ഉപയോഗിച്ചത് ന്യായപ്രമാണത്തിന്റെ അല്ലെങ്കിൽ ദൈവവചനത്തിന്റെ ഉദ്ധാരണം ദൈവജനത്തിനിടയിൽ നടക്കുവാനാണ്. Ezra was used mainly to teach the word of God to the people of Israel. The law of Moses, മോശയുടെ ന്യായപ്രമാണത്തെ, അതാണ് അവർക്ക് പ്രധാനമായും ദൈവജനം എന്ന് പറയുമ്പോൾ അവർക്കുള്ളത്. അതിനെ ദൈവജനത്തിന്റെ മധ്യയെ ഉയർത്തുവാൻ, അതിനെ പ്രകീർത്തിപ്പാൻ, അത് പഠിപ്പിക്കുന്ന ശാസ്ത്രിയായിരുന്നു. അതുകൊണ്ട് യെസ്രയെ അപ്രകാരം ദൈവം ഉപയോഗിച്ചു. The law of Moses was the main book that the people of Israel were reading, and God chose Ezra to teach the authority and the word of God to the people of Israel. നെഹമ്യാനെ ഉപയോഗിച്ചത് യെരൂശലേമിന്റെ മതിൽ പണിക്ക് വേണ്ടിയാണ്. Nehemiah was chosen to build the walls of Jerusalem. അങ്ങനെ ഈ മൂന്ന് പേരെയും മൂന്ന് രീതികളിൽ ജനത്തിന്റെ ഉദ്ധാരണത്തിനായി ദൈവം ഉപയോഗിക്കുവാനായി നമുക്ക് മനസ്സിലാക്കാം. So in this way, these three people were used for the redemption of the people of Israel. 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ന്യായപ്രമാണത്തിന്റെ യഥാസ്ഥാനം, ന്യായപ്രമാണത്തെ ജനത്തിന്റെ മധ്യയെ വിവരിച്ചു പറയുവാൻ ദൈവം എസ്രയെ എഴുന്നേൽപ്പിക്കുന്നത് നാം കാണുന്നത്. So in chapter 8 verses 8, what Ezra was used to teach the authority of the law of God to the people of Israel. ഈ ജനത്തിന്റെ ഇടയിൽ ആലയമുണ്ട്, മതിൽ പണി തീർന്നു, അവർ ആരാധിക്കുന്നവർക്ക് ഒരു സ്ഥലമുണ്ട്. പക്ഷെ അവിടെ മധ്യേ ദൈവത്തിന്റെ ന്യായപ്രമാണം അവർ പാലിക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ, അവർക്കത് അറിയാൻ കഴിയാത്ത അവസ്ഥയിൽ, പലർക്കും അതിനെക്കുറിച്ച് അറിവില്ലാത്ത അവസ്ഥയിലായിരുന്നു. So the building of the wall was done. The temple was also available to them, but the law of God, or the law of Moses, was not available to them, or they were not able to understand it. So the proclamation of the law of Moses, മോശയുടെ ന്യായപ്രമാണത്തിന്റെ ഒരു പ്രഖ്യാപനമാണ്, അതിനെക്കുറിച്ചുള്ള പ്രസംഗമാണ്, അതിനെ ജനത്തിന്റെ മധ്യയെ വിളിച്ചു പറയുന്ന ഒരു അധ്യായമാണ് 8-ാമത്തെ അധ്യായം. So the proclamation of the law of God, or the law of Moses, was the main theme of chapter 8. ഈ ന്യായപ്രമാണം, ദൈവത്തിന്റെ വചനം വായിച്ച് കേൾപ്പിക്കുന്നതിന്റെ, അതിനെ വിവരിക്കുന്നതിന്റെ, അല്ലെങ്കിൽ ദൈവവചന ശുശ്രൂഷയുടെ മഹത്വമാണ് ഈ അധ്യായത്തിൽ നാം കാണാൻ കഴിയുന്നത്. So here we see that the interpretation of the word, or the revelation of the law of God, was the main task that was given to Ezra was given for the people of Israel. Praise the Lord. Hallelujah. യെസ്രയെ ദൈവം അതിനായി ഉപയോഗിച്ചു. യെസ്രയ്ക്ക് മനസ്സിലായി, praise the Lord, ന്യായപ്രമാണത്തിന്റെ യഥാസ്ഥാനം, restoration of the law of Moses, that is my mission, അതാണ് എന്റെ ദൗത്യം എന്ന് യെസ്രയ്ക്ക് മനസ്സിലായി. Ezra understood that the main purpose was the restoration of the law of God to the people of Israel. Praise the Lord. Hallelujah. അവിടെ നാം വായിക്കുമ്പോൾ ഇപ്രകാരം കാണുന്നുണ്ട്, സ്തോത്രം, ആ ആവശ്യത്തിന് 4-ാം വാക്യം വായിക്കുമ്പോൾ, നെഹമ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായം 4-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം വായിച്ചിട്ട് വാക്യം, ഈ ആവശ്യത്തിന് ഉണ്ടാക്കിയിരുന്ന ഒരു പ്രസംഗ പീഠത്തിൽ എസ്രാ ശാസ്ത്രി കയറി നിന്നു. അവന്റെ അരികെ വലത്തുഭാഗത്ത് മതി. പ്രൈസ് ദി ലോർഡ്. അത്ര മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. യെസ്ര അവിടെ 5-ാം വാക്യം വായിച്ചത്, യെസ്ര സകല ജനവും കാണുക, പുസ്തകം വിടർത്തി. അവൻ സകല ജനത്തിന് മീതെയായിരുന്നു. അത് വിടർത്തിയപ്പോൾ ജനമെല്ലാം എഴുന്നേറ്റ് നിന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ പെന്തക്കോസ്തുകാരുടെ ദൈവസഭകളിൽ ഇല്ലാത്ത ഒരു പ്രവണതയാണ് സത്യം. നമ്മുടെ കോൺഗ്രിഗേഷണൽ ചർച്ചസ് അല്ലെങ്കിൽ എപ്പിസ്കോപ്പൽ ചർച്ചസ് പലതും അവർക്കൊരു പ്രത്യേകതയുണ്ട്. സ്തോത്രം. അവർ ചെയ്ത കാര്യം, ദൈവവചനത്തിന് അവർ പ്രത്യേകമായൊരു പ്രാധാന്യം അവരുടെ ആ പ്രസംഗത്തിന്റെ പീഠത്തിനുൾപ്പെടെ, ഉൾപ്പെടെ അവർ നൽകുന്നു. സ്തോത്രം. So when we look at different churches, especially the Episcopal churches, we see that they give a lot of importance to the Word of God along with their message. Praise the Lord. ആ ദൈവസഭ, പ്രസ്ബിറ്റേറിയൻ ചർച്ച്, ആംഗ്ലിക്കൻ ചർച്ച്, മെത്തഡിസ്റ്റ് ചർച്ച്, മറ്റ് പ്രൊട്ടസ്റ്റന്റ് ചർച്ചുകൾ, പ്രത്യേക കേരളത്തിലുള്ള CSI സഭകൾ ആംഗ്ലിക്കൻ ബാക്ക്ഗ്രൗണ്ടിൽ വന്നവരാണ്. അവരുടെ എല്ലാ സഭയും ഇല്ല, എല്ലാ CSI ഇല്ല, CSI പലരും ചേർന്നുണ്ടായതാണ്. ചില CSI സഭ, ആംഗ്ലിക്കൻ ബാക്ക്ഗ്രൗണ്ടുള്ള CSI പള്ളികളിൽ നിങ്ങൾ ആരെങ്കിലും ഒക്കെ പോയിട്ടുണ്ട്. എന്റെ ഗ്രാൻഡ് ഫാദർ അദ്ദേഹം CSI ബാക്ക്ഗ്രൗണ്ടുള്ള വ്യക്തിയാണ്. ഞാൻ അവരുടെ പള്ളി കണ്ടിട്ടുണ്ട്. സ്തോത്രം. അവരുടെ പ്രസംഗ പീഠം
പ്രസംഗിക്കുന്നിടം മറ്റ് സ്ഥലങ്ങളെക്കാൾ ഉയർന്നിരിക്കും. When we look at many of the Protestant churches, mainly the Presbyterian or the Methodist, also when we look in the church, the CSI church in Kerala, when we go into their churches, we see that wherever they are preaching, there's a pulpit that is put above at a certain height, above a certain height. അങ്ങനെ പ്രസംഗപീഠങ്ങൾ കണ്ടിട്ടുള്ളവർ കൈ നോക്കിയാൽ പ്രസംഗപീഠങ്ങൾ അങ്ങനെ ചർച്ചസ്. അപ്പം അത് എല്ലാ സഭകളിലും ഇല്ല, പക്ഷെ അങ്ങനെയുള്ള ആംഗ്ലിക്കൻ ബാക്ക്ഗ്രൗണ്ടില്ല. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അറിയാമോ? കാരണം അവർ പറയുന്നത് മറ്റെല്ലാ ശുശ്രൂഷയെക്കാളും ദൈവവചന ശുശ്രൂഷ ഇറ്റ് ഈസ് എലിവേറ്റഡ്. അതൊരു പ്രത്യേക അതവർ ഫിസിക്കലി കാണിക്കുക. കടന്നു വരുന്നവർ കാണണം ഇവിടെ നടക്കുന്നത് ഏറ്റവും ഉയർന്ന ശുശ്രൂഷ ദൈവത്തിന്റെ വചന ശുശ്രൂഷയാണ്. So the reason why they're doing it is that they want to let the people know that the main ministry, the main purpose is to make sure that the word of God is elevated to the highest ministry. പ്രഥമ സഭ ആംഗ്ലിക്കൻ സഭയുടെ ഒരു പല കാര്യങ്ങളും അനുകരിക്കുന്നവരാണ്. അവർ ഓർത്തഡോക്സിൽ പിന്മാറി പോയവരാണെങ്കിലും അവർ പ്രഥമ സഭ ആംഗ്ലിക്കൻ സഭയുടെ വലിയൊരു കാര്യങ്ങൾ, അനേക കാര്യങ്ങൾ, ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് ആണ് ആംഗ്ലിക്കൻ ചർച്ച്, അതിനെ പിന്തുടരുന്ന ഒരു സഭയാണ് പ്രഥമ സഭ. The Marthoma Church is a church that has been derived from the Anglican Church which is in England. അവർക്കൊരു പ്രത്യേകതയുണ്ട്. അവർക്കൊരു സുവിശേഷ വായന എന്നൊരു സമയം അവരുടെ ആരാധനയുണ്ട്. They have a special session where they have read from the Gospels. They read from the Gospels of the Bible. സുവിശേഷത്തിൽ ഏതാണ്ട് 4 സുവിശേഷങ്ങളാണുള്ളത്. അതിൽ നിന്ന് വായിക്കും. ആ സുവിശേഷ വായന മറ്റു സഭകളുണ്ട്, സീസ സഭകളിലൊക്കെ ഉണ്ടെന്നാൽ ഞാൻ അവിടെയാണ് കണ്ടിട്ടുള്ളത്, ഞാൻ പറയുന്നു. അപ്പോൾ ആ സുവിശേഷത്തിൽ നിന്ന് വായിക്കുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്നാണ് അത് വായിക്കുന്നത്. So in this Marthoma church, when you see that when they read from the 4 Gospels, everybody stands, and it is a part of their meeting service where everybody stands and they read from the 4 Gospels. ഞാനിത് പറഞ്ഞതിന്റെ കാര്യം ദൈവവചനത്തിന് ദൈവജനത്തിന്റെ ഇടയിൽ ഒരു വലിയ പ്രാധാന്യമുണ്ട്. The reason that I'm saying is this because the word of God should have a great importance among our believers. ദൈവവചനം പ്രസംഗിക്കപ്പെടണം, ദൈവവചനം വ്യാഖ്യാനിക്കപ്പെടണം, പരിശുദ്ധാത്മാവിൽ അത് ദൈവവചനം ഗ്രഹിക്കണം. The word of God should be preached, the word of God should be understood, and the word of God should be lived. ദൈവവചനം പ്രസംഗിക്കുന്ന എല്ലായിടത്തും മാനസാന്തരമാണ് അതിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. The main purpose of reading the word of God is making sure that the repentance would happen among the people. ദൈവവചനം പ്രസംഗിക്കുന്നത് ആരാധനയുടെ ഭാഗമായതുകൊണ്ടല്ല, അത് മാത്രമല്ല. സ്തോത്രം. The reading of the word of God is not just for during the worship. പ്രസംഗം എന്നുള്ളത് പ്രസംഗം ചർച്ചയാണല്ലോ, അതുകൊണ്ട് പ്രസംഗം വേണം എന്നുള്ളതല്ല. സ്തോത്രം. ആരാധനയാണല്ലോ, ഒരു പ്രസംഗം വേണം, ആരെങ്കിലും പ്രസംഗിക്കണം, അതല്ല അതിന്റെ പ്രധാന ഉദ്ദേശം. Preaching is not the main importance during the worship. പ്രസംഗം കേൾക്കുന്നവരുടെ മനസ്സിന്റെ മാറ്റം അല്ലെങ്കിൽ മാനസാന്തരമാണ് ദൈവവചനത്തിന്റെ പ്രധാന ഉദ്ദേശം. The main reason for preaching the word of God is to make sure that there is repentance in our minds. കാണുന്നുണ്ട് ഈ മോശയുടെ ന്യായപ്രമാണം എസ്ര പ്രസംഗിച്ച് വ്യാഖ്യാനിച്ചപ്പോൾ ജനം കരയാൻ തുടങ്ങി. We see over here when Ezra was talking from the book, the law of God, people were weeping. Praise the Lord. Hallelujah. ദൈവവചനം കേട്ട് നമ്മളുടെ കണ്ണ് നിറഞ്ഞിട്ട് എത്ര നാളായി? When we read the word of God, when was the last time that our eyes were filled with tears? Praise the Lord. ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ അതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് the reverence, ദൈവവചനത്തോടുള്ള ഭയഭക്തി. The main importance when we read the word of God is giving the reverence to the word of God. Word of God is, പണ്ഡിറ്റ് തിരുമേനി പറഞ്ഞത് കേട്ടിട്ടുണ്ടല്ലോ, നിങ്ങൾ ആരും ബൈബിള് വായിക്കരുത്. മനോരമ പത്രം വായിച്ചു, വേദപുസ്തകവും വായിക്കാനുള്ളത് ധ്യാനിക്കാനും പഠിക്കാനുമുള്ളതാ, അത് വായിച്ചു വിടാനുള്ളതല്ല എന്നാ മനുഷ്യൻ പറയണത്. The word of God is not just to be read, but it's supposed to be meditated and reverent. Praise the Lord. അതുകൊണ്ട് ഈ വചനം പ്രസംഗിക്കപ്പെടണം, ഈ വചനം വ്യാഖ്യാനിക്കപ്പെടണം, ഈ വചനം നമ്മിൽ രൂപാന്തരം ഉണ്ടാക്കണം. Praise the Lord. So this word should be meditated, this word should be read, and this word should be reflected in our life. If that purpose is not, ഈ ഒരു ഉദ്ദേശം വചനത്തിന്റെ പ്രസംഗത്തിലൂടെ നടക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നാം വെറുതെ സമയം മെനക്കെടുത്തുകയാണ്.
if the purpose of the word of God is not reflected in our life, then we are just wasting time. പ്രിയമുള്ളവരെ, എന്താണ് ദൈവത്തിന്റെ വചനം? What is the word of God? യോഹന്നാന്റെ പുസ്തകത്തിൽ സാക്ഷാൽ വചനം ജഡമായി വെളിപ്പെട്ടു. In John chapter 1, they said the word was turned into flesh. Praise the Lord. Hallelujah. പ്രിയമുള്ളവരെ, ഇവിടെ എസ്ര ദൈവത്തിന്റെ വചനത്തെ, ന്യായപ്രമാണത്തെ പ്രകീർത്തിച്ചപ്പോൾ അവിടെ അവൻ ഉയർത്തിയതും യേശുവിന്റെ നാമം മാത്രമാണ്. When Ezra was talking to the people with the law of God, or the law from the book, he was lifting up the name of Jesus. മോശയുടെ ന്യായപ്രമാണം എന്ന പേരെങ്കിലും അതിനകത്തൂടെ വെളിപ്പെട്ടത് ഹല്ലേലൂയ യേശുവിന്റെ ശക്തിയ ആ അദൃശ്യനായ കർത്താവിന്റെ സാന്നിധ്യമാണ് അവിടെ ജനങ്ങളെ മാനസാന്തരത്തിലേക്ക് നയിച്ചത്. Even though it is said, it is written as a law of Moses, what comes out of it is the authority of Jesus Christ, and that is what brought repentance to the people of Israel. എല്ലാ പണിയോടെ ചെയ്യാൻ നെഹമ്യാവിനെ ഏൽപ്പിച്ച പോരായിരുന്നു. All work could have been given to Nehemiah. പക്ഷേ വചനം വ്യാഖ്യാനിപ്പാൻ ദൈവം ഒരുവനെ അഭിഷേകിച്ചു. But just to make sure that to understand the word of God, God chose a certain person. എസ്രായുടെ പുസ്തകം 7-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ ഇവിടെ പറയുന്നത് യഹോവയുടെ ന്യായപ്രമാണം പരിശോധിപ്പാനും അതനുസരിച്ച് നടപ്പാനും ഇസ്രായേലിൽ അതിന്റെ ചട്ടങ്ങളും വിധികളും ഉപദേശിപ്പാനും എസ്രാ മനസ്സ് വെച്ചിരുന്നു. In Ezra chapter 7 verses 10 it says, for Ezra had said in his heart to study the law of God and to do it and teach his statutes and rules in Israel. Praise the Lord. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ ഇസ്രായേൽ സഭയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടതുപോലെ നമ്മോട് പറയുകയാണ്, ഒരു മാനസാന്തരത്തിലേക്ക് നയിക്കപ്പെടുവാൻ ദൈവത്തിന്റെ വചനത്തിന് മാത്രമേ നമ്മെ സഹായിക്കാൻ കഴിയത്തുള്ളൂ. Dear all, I just want to tell you this, has the Holy Spirit brought repentance to the people of Israel? When we are focused on the word of God, we need to pray that the repentance comes in our hearts too. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുവാൻ കാരണമായി അത് കേൾക്കുവാൻ ഇടയായത് അവർ ദൈവ സന്നിധാനത്തിൽ കൂടി വന്നതുകൊണ്ട് അല്ലേ? The reason the word of God was given to them is because all the people came together to hear the word of God. Praise the Lord. അവർ കൂടി വന്നില്ലെങ്കിൽ അവർക്ക് കേൾക്കാൻ കഴിയുമോ? If they didn't come together, will they be able to hear it? എസ്ര എല്ലാവരെയും വീട്ടിൽ പോയി വീട് വീടാന്ന് പറയാനല്ല ദൈവം പറഞ്ഞത്, അവരെ വിളിച്ചു കൂട്ടുക. Ezra did not go to each house to give the word of God, but he asked everybody to come together. ഈ കൽപ്പന മോശയ്ക്ക് ന്യായപ്രമാണം നൽകിയപ്പോൾ ദൈവം വ്യക്തമായി നൽകിയതാ. When this commandment was given to Moses, it was specifically said that all people should come together. ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ അല്ലെങ്കിൽ ശബത്തിൽ ദൈവസന്നിധിയിൽ കൂടി വന്ന് ദൈവത്തിന്റെ വചനം ന്യായപ്രമാണം വായിച്ച് കേൾപ്പിക്കണം, കേട്ടതുപോലെ അവർ അത് ആചരിക്കണം എന്നുള്ളത് മോശയ്ക്ക് ദൈവം കൊടുത്ത കൽപ്പനയ്ക്കകത്തുള്ളതാ. പെന്തക്കോസ്തുകാരുടെയോ അല്ലെങ്കിൽ പുതിയ നിയമസഭയുടെ മാത്രം ചട്ടമല്ലത്. God told Moses that on the first day of the week everybody should come and read the law of God, and it's not something that was given only to Moses but to everybody. സംശയമുണ്ട്? ലേവ്യ പുസ്തകം 23-ാം അധ്യായം 33 മുതൽ 36 വരെ വായിച്ചു. മോശയുടെ 5 പുസ്തകങ്ങളുള്ള ലേവ്യ പുസ്തകം അവിടെ മുതലേ ഹല്ലേലൂയ ഒരു ദിവസം വേർതിരിച്ച് ദൈവസൽ കൂടി വന്ന് നീ ആരാധിച്ച് വചനം കേട്ട് അനുഗ്രഹിക്കപ്പെട്ട നീയും നിന്റെ തലമുറയും ആയിരിക്കണമെന്ന് ദൈവം മോശയ്ക്ക് കൊടുത്ത ന്യായപ്രമാണത്തിൽ ഇസ്രായേലിനെ കുറിച്ചുള്ള കൽപ്പനയാണ്. In Leviticus chapter 23 verses 33 to 36, it has said, God told Moses that everybody should come together in worship and reading the word of God, and this should be followed generation to generation. വായിക്കട്ടെ ലേവ്യ പുസ്തകം 23-ാം അധ്യായം 33-36 വരെ. യഹോവ പിന്നെയും മോശെയോട് അരുളിച്ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, 7-ാം മാസം 15-ാം തീയതി മുതൽ 7 ദിവസം യഹോവയ്ക്ക് കൂടാര പെരുന്നാളാകുന്നു. 1-ാം ദിവസത്തിൽ വിശുദ്ധ സഭായോഗം ഉണ്ടാകേണം. അന്ന് സാമാന്യ വേല യാതൊന്നും ചെയ്യരുത്. 7 ദിവസം യഹോവയ്ക്ക് ദഹനയാഗം അർപ്പിക്കണം. 8-ാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ സഭായോഗം ഉണ്ടാകേണം. യഹോവയ്ക്ക് ദഹനയാഗം അർപ്പിക്കണം. അന്ന് അന്ത്യസഭായോഗം സാമാന്യ വേല യാതൊന്നും ചെയ്യരുത്. Praise the Lord. Hallelujah. വായിച്ചു കേട്ടല്ലോ. Praise the Lord. എന്താണ്? ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ഒരു ദിവസം ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഒരു ആത്മീയ സമൂഹത്തിന് ഉണ്ടായിരിക്കണം. We have already read over here that there should be a day that is dedicated only to the Lord, and it should be reflected in our lives. എന്തിനാണത്? Why is it for? വന്ന് എല്ലാവരും ഒന്ന് കണ്ടുപോവുക. Not just to see everybody and leave. എല്ലാവർക്കും ഒന്ന് കൈ കൊടുക്കുക. Not just to shake everybody's കഴിഞ്ഞ hand. ആഴ്ച ഫോൺ വിളിച്ച് പറയാൻ പറ്റാത്തതെല്ലാം നേരിട്ട് കണ്ട് പറയുക. Just because we were not able to have a conversation over the phone, we are having it in the കഴിഞ്ഞ ആഴ്ച കാണാൻ പറ്റാത്ത ആൾക്കാരൊക്കെ കാണുക. Just because we didn't see the person last week, we are seeing them now. നാട്ടിൽ ശീമാട്ടി പോയി എടുത്ത് ഒന്ന് പ്രദർശിപ്പിക്കുന്ന സ്ഥലം. Talking about getting a clothes from Shimati, they want to talk about it. ടോക്ക് പോയിട്ടില്ല അവിടെ.
Present. Show. Yeah. Show. ഇതിലല്ല ആരാധന. This is not why it's for worship. കാട്ടിപ്പോത്തന്നെ പണങ്ങല്ലോ ദൈവത്തെ ബുക്ക് ഷോപ്പ് ചെയ്തു, പക്ഷെ ആരാധന ആയിരുന്നാ പറഞ്ഞതല്ലേ. ഹല്ലേലൂയ. ആരാധന എന്തിനാ? Why do we come for worship? എന്തിനാ ആരാധനയ്ക്ക് വരുന്നത്? Swotram for worship. ഹല്ലേലൂയ. അവിടെ ദൈവത്തിന്റെ വചനത്തിന്റെ വെളിപ്പാടുണ്ടാകണം. അത് കേൾക്കുവാൻ വന്നിരിക്കുന്ന എനിക്ക് ദൈവമേ നേരെയാകാനുള്ള എന്തെങ്കിലും ഒന്നിന്ന് പ്രാപിപ്പാനിടയാകണം. യേശു വെളിപ്പെടണം. യേശു വെളിപ്പെടുമ്പോൾ അവന്റെ രൂപത്തോട് ചേർത്ത് എന്റെ രൂപത്തെ എനിക്കൊന്ന് പരിശോധിക്കണം. ഓ ഹല്ലേലൂയ. ക്രിസ്തു എന്ന തലയോടും സകലത്തിലും വളരുവാനിടയാകണം. അതിനാണ് ഞാൻ ആലയത്തിൽ പോകുന്നത്. അതിനാണ് ദൈവവചനം പ്രസംഗിക്കപ്പെടുന്നത്. There should be a revelation of the Word of God. There should be also the revelation of Jesus Christ in our life, and we should be able to examine ourselves and be held close to Jesus when the Word of God is preached. ഇവിടെ വചനം വെളിപ്പെട്ടപ്പോൾ എസ്രയുടെ മുമ്പിൽ നിന്ന ജനം കരയുവാൻ തുടങ്ങി. When the Word of God was revealed to the people of Israel, they started crying. അവിടെ വായിച്ചത് പുതുതായിട്ട് എഴുതിയ വചനമൊന്നുമല്ല, മോശ എഴുതിയ ന്യായപ്രമാണം. വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട ദൈവവചനം. ഇവര് വചനം മനഃപ്പാഠമാക്കിയതാ. പക്ഷെ അത് വായിച്ചപ്പോൾ അവർ കരയാൻ തുടങ്ങി. This was not something, a new law that was given to the people of Israel. It was given many years ago to Moses, but because of many years later they were reading it, they started to weep. ഇതാണ് ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത. This is the specialty of the Word of God. നോവലൊക്കെ വായിച്ചാൽ ആദ്യത്തെ പ്രാവശ്യം വായിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ കരഞ്ഞു വരും. When we read a novel the first time, we would usually cry. ഒരു മൂവി ആണെങ്കിലും ആദ്യം കാണുമ്പോൾ കരഞ്ഞു വരും. When we watch a movie, the first time we watch it, we might cry. ജെൻസൺ ഓപ്പറ കണ്ട് കരഞ്ഞതുപോലെ ആദ്യം കാണുമ്പോൾ ഒന്ന് കരഞ്ഞു വരും. When Jensen sees the opera the first time when he cries, it will be the same. പക്ഷേ ഇത് മൂന്നാല് പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ കരഞ്ഞു വരത്തില്ല. നമുക്കറിയാം സീൻ എന്തുവാണ് പിന്നെ. But when we read 3 or 4 times, we will not cry because we know what to expect. പക്ഷെ ദൈവത്തിന്റെ വചനം അങ്ങനല്ല. But the Word of God is not that way. നമുക്ക് അറിയാവുന്ന വാക്യമാണെങ്കിലും Even if it's the words that we know. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് ഇടപെടുമ്പോൾ നീ തകരപ്പെടുന്നത്, നീ തകർക്കുന്നത്, നീ തകർന്നു പോകുന്നത്, നീ ഉടയുന്നത്, കുശവൻ നിന്റെ മേൽ പണിയുന്നത് നിനക്ക് അനുഭവിച്ചറിയാൻ കഴിയും. Hallelujah. But when we read the Word of God at a special situation, and when we get the influence of the Holy Spirit of our lives, we begin to cry about it because the potter is melting us. ചിലരുടെ ആഗ്രഹം പാസ്റ്റർ പ്രസംഗിക്കുമ്പോൾ കൈയടിക്കുന്നത് മാത്രം, സ്വത്രം പറയുന്നത് മാത്രം, എന്നെ സ്പർശിക്കാത്തത് മാത്രം, എന്റെ ഇതിലേ വന്ന് അതിലേ അങ്ങനെ അങ്ങ് പോകുന്നത്. ഹല്ലേലൂയ. എന്നെ സ്പർശിക്കരുത്, അടുത്തിരുന്ന ജെറുസലേമോ സ്റ്റാൻലിയോ അടിച്ചിട്ടൊക്കെ പോകണം, എന്നെ തൊടരുത്. അങ്ങനെയുള്ള വചനം പ്രസംഗിക്കണം. കുത്തരുത്, വെട്ടരുത്, കീറരുത്, മുറിക്കരുത്. വചനം തന്നെ പറയുക, ഇരുവായത്തിലുള്ള വാളത്. ഇതാ എന്റെ ദൈവം തന്നേക്കുന്നത്. Some people think about when the pastor is preaching the Word of God, it should not have an impact on me. It might go to me, but it should be deflected to somebody who's sitting next to me. ബൈബിൾ കോളേജിൽ പഠിച്ചപ്പോൾ വേദോസം മാത്രമേ പഠിച്ചു, ആയിരക്കണക്കിന് പുസ്തകങ്ങൾ വേറെ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. When we are in the Bible college, we did not read just the Word of God, but we read many other books. But when we are given the license to preach, പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് അധികാരം തന്നപ്പോൾ, ഞങ്ങൾ പഠിച്ച പാഠശാലകൾ, ഹല്ലേലൂയ, ദൈവസഭകൾ ഞങ്ങൾ അധികാരപ്പെടുത്തിയപ്പോൾ പറഞ്ഞത് മറ്റു പുസ്തകങ്ങളല്ല പ്രസംഗിക്കേണ്ടത്, ഇരുവായത്തുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയ ദൈവത്തിന്റെ വചനമാണ് പ്രസംഗിക്കേണ്ടത്. But when we were given the authority to preach, we were told that we are not supposed to preach from any other books, but we are supposed to preach from the Word of God that pierces one's soul. ഞാൻ സ്നേഹത്തോടൊരു കാര്യം പറയട്ടെ പ്രിയ മക്കളെ, ഇതിനകത്ത് വന്ന വെട്ടും മുറിയും ഒക്കെ കൊണ്ട്, കുത്തുകൊണ്ട്, കീറലുകൊണ്ട് അനുഗ്രഹിക്കപ്പെടുവാനും മാനസാന്തരപ്പെടുവാനും മനസ്സുള്ളവർ മാത്രം അതിന്റെ പ്രസംഗം കേട്ടാൽ മതി. Let me just teach one thing to all of you. When I preach, and if there is going to be an impact or a piercing or a cut in your soul, if you guys do not agree to it, I pray that only those who want to hear will be able to hear it. Praise the Lord. അങ്ങോട്ട് മാത്രമല്ല, കാരണം അതിനുവേണ്ടി ദൈവത്തിന് എനിക്ക് മറ്റു പുസ്തകം പ്രസംഗിക്കാൻ അറിയാൻ വായിച്ചോട്ട് വന്ന് പ്രസംഗിക്കുക. പക്ഷെ ദൈവത്തിന്റെ വചനം ഇരുവായത്തുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയത്, വേറെവിടേക്കും വരെ തുളച്ചിരുന്നത്, അവന്റെ മുമ്പിൽ മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല, സകലവും നഗ്നവും മലർന്നുമായി കിടക്കുന്ന ദൈവത്തിന്റെ വചനമായ ഈ സത്യവചനം പ്രസംഗിക്കുവാനാ. അത് പ്രസംഗിക്കുമ്പോൾ പ്രസംഗിക്കുന്ന ഞാൻ ഉൾപ്പെടെ രൂപാന്തരത്തിന് വേണ്ടിയാണ് ഇത് പ്രസംഗിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. When I preach the Word of God, I want to make sure that it has an impact in your life, like it is sharper than a two-edged sword, and I want to make sure that there's going to be a change in your life. Praise the Lord. 2017 ഓഗസ്റ്റ് മാസം 20 ചാർജ് എടുത്തപ്പോൾ മുതൽ
ഇന്ന് വരെ വചനം പ്രസംഗിച്ചതിൽ ഒരു കോംപ്രമൈസും ഞാൻ കാണിച്ചിട്ടില്ല. Since I've taken charge in August 2017, I have not made any compromise when I preach from the Word of അന്ന് God. മുതൽ പ്രസംഗം കേൾക്കുന്ന ആൾക്കാർ ഇരിപ്പുണ്ട്. There are people who have heard my preaching since then till now. ഹല്ലേലൂയ. ഗ്രീൻ കാർഡ് കിട്ടിക്കഴിഞ്ഞില്ല പാസ്റ്ററുടെ പ്രസംഗത്തിന്റെ ശൈലി മാറിയത്. It's not that my style of preaching changed when I got my green card. പ്രൈസ് ദി ലോർഡ്. ആണോ പ്രിയമുള്ളവരെ? നിങ്ങൾ പറ. സ്വന്തം ആരാധന കഴിഞ്ഞോട് പറഞ്ഞു പാസ്റ്റർ ഗ്രീൻ കാർഡ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ പ്രസംഗത്തിന് മാറിപ്പോയി, പാസ്റ്റർ മാറിപ്പോയി. ആർക്കെങ്കിലും മോൻസി ഉണ്ടോ? അന്ന് മോൻസിയെ കണ്ടു. മോൻസിയോട് അന്ന് സ്നേഹം ഇന്നും ഉണ്ട്. ഹല്ലേലൂയ. ഇവിടെ പലർക്കും കാണാൻ കഴിയും. അവലക്ഷണം ചോദിച്ചാൽ മതി. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ്. നിങ്ങളൊക്കെ പിന്നെ വന്നവരല്ലേ? ഹല്ലേലൂയ. അന്നത്തെ പോലെ ഇന്നും ദൈവവചനത്തിൽ വണ്ണമൊക്കെ ഇത്തിരി കൂടി കേട്ടോ. I have not changed my style of preaching ever since I joined this church from 2017 till now. I might have got a little fatter, but nothing has changed other than that. Praise the Lord. Hallelujah. അന്നുകൊണ്ട് ഇന്നുകൊണ്ട് നേരെയാകാനുള്ളതെല്ലാം, നേരെയാകാനുള്ളവർക്ക് ആഗ്രഹമുള്ളവർക്കുള്ളതെല്ലാം ഇവിടെ വിളമ്പുന്നുണ്ട് എല്ലാ ദിവസവും. ഹല്ലേലൂയ. ദൈവവചനവുമായി നിൽക്കുമ്പോൾ I have given the word of God for everybody who wants to make sure that they are leading a straight life. Praise the Lord. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ വിടുവിക്കപ്പെടണം, നമ്മൾ നന്നാകണം. ഇന്നലേക്കാൾ ഇന്നു ഞാൻ പ്രിയ നാളോട് അടുക്കും. അത് കലണ്ടറിൽ ഒരു ദിവസം കൂടിയത് കൊണ്ടല്ല. Praise the Lord. എന്റെ ഹൃദയം കൊണ്ട്, എന്റെ അകത്തെ മനുഷ്യനെ കൊണ്ട്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഇന്നലേക്കാൾ ഇന്ന് ഞാൻ പ്രിയ നാളോ അടുത്തെന്ന് പറയുമ്പോൾ അതിന്റെ അടുത്തത് അർത്ഥം അറിയാമോ? ഹല്ലേലൂയ. എന്റെ ആത്മാവിൽ, എന്റെ അകത്ത് ഞാൻ എന്റെ നാളിനോട് അടുക്കുക. ഹല്ലേലൂയ. I want to make sure that you understand that more than yesterday, I want to be more closer today to my God. And the main thing is we have to understand that the end times are getting closer. Praise the Lord. It is not because the calendar has moved one day. Calendar പൊക്കോണ്ടിരിക്കും. പക്ഷേ ഇന്നലെ പോലെ തന്നെ ഞാൻ ഇന്നെങ്കിൽ എനിക്ക് പറയാൻ കഴിയത്തില്ല. ഇന്നലേക്കാൾ എന്നാണ് എന്റെ പേടി. ഇന്നലത്തെ പോലെ തന്നെ ചുമ്മാ തെള്ളി അങ്ങോട്ട് നീക്കി വെച്ചതേ ഉള്ളൂ. രൂപാന്തരം ഒന്നും ഉണ്ടായിട്ടില്ല. It is not because I'm the same from yesterday and today. I want to make sure that there is a change every day of my life. So ആലയത്തിൽ വരുന്നത് ഇതിനു വേണ്ടിയായിരിക്കും. So that's the main reason why we are supposed to come into the church. ആരാധന നിങ്ങൾ മുടക്കരുത്. You should not stop coming to church. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടങ്ങളുടെ ദിവസങ്ങളായി യഹോവയുടെ സന്നിധിയിൽ ചെലവഴിക്കാൻ സമയമുണ്ടായിട്ടും സമയം ചെലവഴിക്കാതെ പോയതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടത്തിന്റെ ദിവസം. The greatest loss is when we know that we have time to spend time in God's presence and we refuse to do it. That's the biggest loss in our life. എബ്രായലേഖനം 10-ാം അധ്യായം In Hebrews chapter 10, 23 to 25, 23-25 വരെ അതൊന്ന് വായിച്ചാട്ടെ. 23 to 25. നാൾ സമീപിക്കുന്നത് കാണുമ്പോഴും ആഴ്ചയിലേക്ക് സൂം മീറ്റിംഗ് മതി എന്നല്ല പറഞ്ഞത്, ഇത് അധികം ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. But encouraging one another and all the more as you see the day is drawing near. Praise the Lord. നാൾ സമീപിക്കുന്തോറും ഹല്ലേലൂയ. സ്വതന്ത്രം. ചിലർക്കൊക്കെ ഉപവാസപ്രാർത്ഥനയ്ക്ക് വരാൻ ആഗ്രഹം ഉണ്ടായിട്ടും അവർക്കൊന്നും വരാൻ കഴിഞ്ഞില്ല. ഹെൽപ്ലെസ് ആയിരുന്നു. എനിക്കതോർത്ത് ഒത്തിരി ഭാരമുണ്ടായി. പ്രിയമുള്ളവരെ, നാൾ സമീപിക്കുന്നതോറും ഒരു കൂട്ടായി പോലും മുടക്കാതെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നെടുമ്പാട് വീഴുവാൻ നമ്മളുടെ ദൈവപ്രവർത്തനം നാൾ സമീപിച്ചിരിക്കുക. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അതിനായൊരു മാനസാന്തരപ്പെട്ട് ദൈവസന്നിധി അടുക്കുവാൻ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. And we should be able to steer one another to love and good works, not neglecting to meet together as it is in the habit of some, but encouraging one another, and all the more that you see the day is nearing. ഈ ആളുകളുടെ റെസ്പോൺസ് എന്തായിരുന്നു? ഈ വചനം കേട്ടപ്പോൾ നമുക്ക് വായിച്ചല്ലോ, the response of the people perceived the word of God. അവരുടെ പ്രതികരണം എന്താ? അവർ വചനം ഗ്രഹിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. So what is the reaction that we saw from the people of Israel, that they were able to perceive the word of God? വചനം ഗ്രഹിച്ചപ്പോൾ ഉണ്ടായ മാറ്റം എന്താണെന്നറിയാമോ? അവർ കരയാൻ തുടങ്ങി. അവർ വീപ്പിക്കുന്ന വീപ്പിക്കുന്ന പറഞ്ഞാല് സ്തോത്രം, പിള്ളേർ ചുമ്മാ കരുന്ന കാര്യത്തിലല്ല, ഏങ്ങലടിച്ച് ഹല്ലേലൂയ സ്തോത്രം, ശ്വാസം പിടിച്ച് ഹൃദയത്തിൽ വലിയ ഭാരമുണ്ടായിട്ട് കരുതുക. വീപ്പിങ്. When we see that the people of Israel were able to pierce the word of God, what the response was, they were weeping. And when we talk about weeping, it's not just a normal cry; it is an inner cry that starts from the burden of your heart. ഇവരുടെ ആത്മഭാരം നോക്കിക്കോണേ. എന്നിട്ട് എന്തെന്നറിയാവോ?
സ്വതന്ത്രം അവിടെ വരാൻ കഴിയാത്ത ആൾക്കാർക്ക് ഈ പകർച്ച കൊടുത്തയക്കുകയും ചെയ്തു. പകർച്ച കൊടുത്തയച്ചെന്ന് അവിടെ ഇരിക്കുന്നത്. Over here, when you see that those people who are not able to come, this burden was also spread to other people. Praise the Lord. വരാൻ ആരോഗ്യം ഉണ്ടായിട്ടും 2-3 വണ്ടി കാർപോർട്ടിൽ കിടപ്പുണ്ടായിട്ടും ഒരു പണിയില്ലായിരുന്നിട്ടും വരാതിരുന്ന കാര്യമല്ല പറഞ്ഞത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വരാൻ പറ്റാതെ പല കാര്യങ്ങളാ വരാൻ പറ്റാതിരുന്ന ആളുകളുണ്ടല്ലോ. ചിലപ്പോൾ ഡ്യൂട്ടി ആയിരിക്കാം, മറ്റു കാര്യങ്ങളായിരിക്കാം, റൈഡിലായിരിക്കാം. അങ്ങനെ വരാതിരുന്നവരെ കുറിച്ച് പറയുന്നു, അവർക്ക് പകർച്ച കൊടുത്തയച്ചു. For those people who were not able to come, it says that this burden was also given to them. Praise the Lord. Hallelujah. നീ ഒരു സൈക്കിളിന് വേണ്ടി ആഗ്രഹിച്ച നാളുണ്ട് നിന്റെ ജീവിതത്തിൽ. There was a time when you were desiring just for a cycle. സഹോദരാ, നീ ഒരു സൈക്കിളിന് ആഗ്രഹിച്ച നാളുണ്ട് നിന്റെ ജീവിതത്തിൽ. There was a time when you were desiring just a cycle. ഇന്ന് നിന്റെ വീടിന്റെ മുമ്പിൽ കാർ പോർച്ചിനകത്ത് 1, 2, 3 കാർ കിടപ്പുണ്ട്. Now in your garage you have more than 3 or 4 cars. ദൈവത്തിനെ അത്ര അനുഗ്രഹിച്ചു. God has blessed you that much. പക്ഷേ എന്റെ സഹോദരൻ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇത് തന്ന ദൈവത്തെ മറന്ന് നീ ഭവനത്തിനകത്ത് ഇരിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, നീ പിണങ്ങുന്നത് ദൈവത്തോടാ, നീ കളിയാക്കുന്നത് ദൈവത്തെയാ. But because you have a disagreement with one of your brothers, it is not that you are showing that disagreement to the brother, but you are showing that disagreement or the unlikeness to God. Praise the Lord. ഒന്ന് സ്വതന്ത്രം പറയട്ടെ. ഞാൻ സൈക്കിളിന് ആഗ്രഹിച്ചത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങളെ കളക്ടർ മക്കളായിരിക്കും, നിങ്ങൾ ആഗ്രഹിച്ചത്. പക്ഷെ ഞാൻ സൈക്കിളിന് ആഗ്രഹിച്ചോനാ. ഹല്ലേലൂയ. ഞാൻ സൈക്കിളിന് ആഗ്രഹിച്ചിരുന്നത് എനിക്കറിയാം. എനിക്ക് ആ ഒരു 7ാം ക്ലാസ്സുകാരന്റെ ഹല്ലേലൂയ ആ മനസ്സ് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ഇന്ന് പകൽക്കാലം 2-3 കാർ ദൈവം തരുമ്പോൾ പഴയതാണെങ്കിലും പുതിയതാണെങ്കിലും ഒരു കാര്യം ഓർത്തോണം. ഹല്ലേലൂയ. ഇതിട്ട് സെറ്റിയില് കൗച്ചൽ ഇരിക്കാനുള്ളതിനെ ദൈവം വിളിച്ചത് ആ നേരത്തിൽ പോയി രൂപാന്തരം പ്രാപിപ്പാൻ, അനുഗ്രഹം പ്രാപിപ്പാൻ. ഓ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ രൂപാന്തരപ്പെടുത്തുവാൻ ആണ് ദൈവം നിന്നെ അനുഗ്രഹിച്ചത്. ഇവിടെ വന്ന് പച്ചനോട്ട് വാങ്ങിച്ച് പോക്കറ്റിൽ വെച്ച് ഇഷ്ടം പോലെ ജീവിക്കാനല്ല. ഹല്ലേലൂയ. The reason why God has blessed us this much is not for us just to sit in the house and watch a prayer over Zoom. He wants us to come in church, and through the influence of the Holy Spirit, He wants us to have a change and also receive the blessings in our lives. എന്നെ ന്യായവിസ്താരത്തിൽ നിർത്തുമ്പോൾ എന്നോട് പറയും, പാസ്റ്ററില്ലയോ ആ പാസ്റ്ററെ അവിടെ വിളിച്ച് ആദ്യം ആക്കിയ ജോയിച്ചാലും കൂടെ കൂടെ നിർത്തിയല്ല എന്നെ ന്യായവിസ്താരത്തിൽ വിധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ജോയിച്ചാനോട് ഞാൻ പറയാം, എനിക്ക് ഒരാളെ കൂടെ വേണം കേട്ടോ ന്യായവിസ്താരത്തിൽ നിർത്തുമ്പോൾ. ജോയിച്ചാൽ പുള്ളിയെ എന്നെ അവിടെ ആക്കിയ പുള്ളിയെ ചേർത്തിട്ട് കാര്യം പറയാണെന്ന് പറഞ്ഞ് ന്യായവിസ്താരത്തിൽ ഞാൻ തന്നെയാണ് നിൽക്കുന്നത്. I am standing all alone in the judgment seat. അന്നേരം എനിക്ക് ആഗ്രഹമുണ്ട് ഈ പുള്ളിയെ കുറിച്ച് പറയാൻ, അല്ലെങ്കിൽ തോമാച്ചനെ കുറിച്ച് പറയാൻ, മറ്റൊരു വ്യക്തിയെ കുറിച്ച് പറയാൻ. അന്നേരം എന്റെ ഭാര്യയെ പോലും എനിക്ക് അടുത്ത് കിട്ടത്തില്ല. കാരണം അറിയാവോ, ഏറ്റവും കൂടുതൽ പറയാൻ അവളെ ഭാര്യയെ കുറിച്ചും ഭർത്താവിനെ കുറിച്ച് വായിക്കുന്നത്. ഇവള് കാരണമാവാ ദൈവമേ മിണ്ടാൻ പറ്റത്തില്ല, എന്നെ ഒറ്റയ്ക്ക് നിർത്തിയാ ഒരിക്കുന്നേ. So when we are at the judgment seat, I cannot talk about somebody else, or even I cannot talk about my wife at that time. That when I'm in the judgment seat in front of God, it's going to be all about me. It's going to be all about me. Just think about that situation. ഇന്റർവ്യൂവിന് പോകുമ്പോഴും കൂടെ കയറിപ്പാ. ഇവിടുത്തെ US കോൺസുലേറ്റ് ഇന്റർവ്യൂവിന് പോലും കൂടെ ദൈവത്തിന്റെ മുമ്പിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഓർത്ത് നോക്കി. When we go for the US interview, we can take somebody with us, but when we go in the presence of God at the judgment seat, we are all alone. ഒരു സാധാരണക്കാരന്റെ മുമ്പിൽ, ഒരു സാധാരണ മനുഷ്യന്റെ മുമ്പിൽ ഒരു ഇന്റർവ്യൂവിന് നിൽക്കുന്നതിലെ ആ ടെൻഷൻ നമ്മുടെ ഹൃദയത്തിൽ അറിയാം അല്ലേ, മാനസികമായി. എന്നാൽ സർവശക്തനായ ദൈവത്തിന്റെ ഹല്ലേലൂയ സിംഹാസനത്തിന് മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ ഫെബ്രുവരി മാസം 23-ാം തീയതി ആരാധനയ്ക്ക് പോകാൻ ആരോഗ്യം ഉണ്ടായിട്ട് നീ എവിടെയായിരുന്നാ എന്ന് ചോദിക്കുമ്പോൾ നിന്റെ മുട്ടിടിക്കുമ്പോഴേ സഹോദര. When we stand in front of a common man, when we're doing an interview, we know how much tension we have in our lives. But just imagine when we are in front of the Almighty God at the judgment seat, and when God asks on this day when you do not go to church, what is going to be your reasons? എന്റെ ജീവിതത്തിൽ ഞായറാഴ്ചകളിൽ തകർക്കപ്പെട്ട ദിനങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. As a man of God, ഒരു പ്രൈസറായിട്ടൊന്നും അല്ല. എന്റെ ജീവിതകാലത്ത് ഞായറാഴ്ചകളിൽ ഹൃദയ തകർച്ചയോടെ ഞാൻ ആയിരുന്ന അവസ്ഥകൾ എന്റെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. As a man. There were many times on Sundays when I used to come to church, I had a lot of burden in my heart. പക്ഷെ ഞാൻ ഒരിക്കലും അതുകൊണ്ട് എന്റെ ഹൃദയത്തിൽ എനിക്ക് മൂടില്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഹല്ലേലൂയ പ്രയാസമുള്ളത് കൊണ്ട് ദൈവത്തെ ഞാൻ മറക്കുവാൻ എനിക്ക് ഒരിക്കലും ഇടയായിട്ടില്ല. But because even though I have all this burden on my heart, I would not have that as a reason not to come into the presence of God. എന്റെ മാതാപിതാക്കളോട് അവരെന്നെ പഠിപ്പിച്ചതെന്ന് അറിയാമോ? ദൈവത്തിന്റെ സന്നിധി അത് എപ്പോ പോകാൻ ലഭിച്ചാലും
നമ്മൾ എന്തുകൊണ്ടാ പോകാത്തെ? നമുക്ക് സൗകര്യം ഉള്ളതുകൊണ്ടാ പോകാത്തെ. എന്നാൽ നിങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു രോഗമോ ദുഃഖമോ കുടുംബത്തിനകത്ത് ഒരു പ്രയാസമോ വന്നേ, ഒരു കുഴപ്പമോ ഇല്ലാത്തോണ്ടല്ലയോ ആരാധനയ്ക്ക് വരാത്തെ? എന്നാൽ ഒരു പ്രയാസത്തിന്റെ കുഞ്ഞിന് ഒരു ചെറിയ പ്രയാസം ഉണ്ടായി നോക്കിയേ, നീ ഓടി ദൈവസ്ഥലിലേക്ക് വരും. My parents have taught me many times that it should not be in our life situations where we come into the church. But even if you think about it, when we have no problems at all, that is a time when we don't come to church. But even if we have a small sickness in one of our child, then we'll come running to church. Praise the Lord. ഇവ നമുക്ക് ദാനമായി തന്നതാ. ഹല്ലേലൂയ. ഇതിനകത്തേക്ക് വരുവാൻ നമുക്കൊരു വെമ്പലുണ്ടാണ്. കാരണം ഇവിടെ ചർച്ചിന്റെ മഹിമ കൊണ്ടല്ല, ഇവിടെ ഉള്ളവരുടെ മഹത്വമല്ല, ഇവിടെ ദൈവ സാന്നിധ്യം വെളിപ്പെടും. അത് അനുഭവിക്കണം. വചനം വെളിപ്പെടും. അതെനിക്ക് വിടുതല എന്നുള്ള ബോധ്യത്തോടെ വേണം ദൈവത്തിലേക്ക് അടുത്ത് വരുവാൻ. God's presence will be revealed over here. The word of God will be revealed over here. And that's the main reason we are supposed to come in God's presence. ചില പട്ടണങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ പെന്തക്കോസ്തുകാരുടെ സഭ കാണുന്നില്ല. Certain places when we go, we don't even find Pentecostal churches over there. ഞങ്ങൾ അയക്കപ്പെട്ട പല സ്ഥലങ്ങളിലും പുതിയ വേലടങ്ങാൻ അയച്ച സ്ഥലങ്ങളിലൊന്നും പെന്തക്കോസ്ത് ആരാധനയില്ല. There were many places that we were sent and there was no any Pentecostal gatherings over there. ഞങ്ങൾ മറ്റിതര സഭകളിൽ പോയി പുറയിൽ നിന്ന് ആരാധന ഞങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ഞങ്ങളെ പഠിപ്പിച്ച രീതിയിൽ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ഓപ്പൺലി ആരാധിക്കാൻ പറ്റിയില്ലെങ്കിലും അന്ന് അതൊരു ദൈവാലയമാണ് എന്നുള്ള ഉറപ്പോടെ ആരാധിച്ച അനുഭവങ്ങൾ എനിക്കുണ്ട് പ്രിയമുള്ളവരെ. We went to many churches that were not Pentecostal churches, but we used to sit in the back and worship God in spirit and എനിക്ക് എക്സ്ക്യൂസ് പറയാം. worship God. IPC ഇല്ല, AG ഇല്ല, ഷാരോനില്ല, ഇതില്ല, അതില്ല, അതൊന്നും അവർക്ക് അറിയത്തുമില്ല. ഷാരോൻ പറഞ്ഞാൽ അവർ വാട്ട് ഈസ് ദാറ്റ് എന്ന് ചോദിക്കും. കാരണം അങ്ങനെ പറയുന്ന ഇടത്ത് പോയി സ്തോത്രം അവിടെ നമുക്കറിയാം അത് ആലയമാണ്. യേശുവിന്റെ നാമം ഉച്ചരിക്കപ്പെടുന്നുണ്ട്. അവരെന്ത് ഏത് രീതിയിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ആയിക്കോട്ടെ, പക്ഷെ ഞാൻ യഹോവയുടെ ആലയമാണ്, എനിക്ക് ദൈവസ്ഥലിൽ കടന്നുപോയി ആരാധിക്കണമെന്നുള്ള ഒരു മനോഭാവം, ആ ഒരു സമർപ്പണമാണ് എന്റെ ദൈവം കാണുന്നത്. ഇന്നലകളിൽ അത് നടന്നില്ല, എന്നാൽ ഇന്നെങ്കിലും നിനക്ക് മാനസാന്തരപ്പെടുവാൻ അവസരമുണ്ട്. അതുകൊണ്ട് ഒരു മടങ്ങിയ വരവന് ദൈവത്തിന്റെ വചനപ്രകാരം ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുക. So I advise you, back in the day when I used to go to many churches, even if they were not Pentecostal churches, no IPC, no AG, no Sharon, I still used to understand that this was the temple of God, and I used to worship back over there. And the same way, I want to advise all of you to come to church and have a renew of your heart over here. ഇവിടെ വചനം വെളിപ്പെട്ടപ്പോൾ രണ്ട് കാര്യം സംഭവിച്ചു. ഒന്ന്, ജനം മാനസാന്തരപ്പെട്ടു. When the word of God was revealed over here, two things happened. The first one was the people repented. അത് മാത്രമല്ല, അവർക്ക് ദൈവത്തിന്റെ സന്തോഷം അവരുടെ ബലമായി മാറി. And the second one, the joy of the Lord became their strength. ഈ കൂട്ടായ്മയിൽ ലഭിക്കുന്ന സന്തോഷമുണ്ടല്ലോ, ആ ബലമുണ്ടല്ലോ പ്രിയമുള്ളവരെ, ദൈവസ്ഥലിലെ സന്തോഷമുണ്ടല്ലോ, അത് നിനക്ക് ഏത് ആഹാരം കഴിച്ചാലും ലഭിക്കാത്തതാ. ഏലിയാവിടെ ദൈവം പറഞ്ഞു, കഴിക്കുക, എഴുന്നേൽക്കുക, ഓടുക, ആഹാരത്തിന്റെ നിലത്തിന് മുമ്പാകെ ഓടുവാൻ ഉള്ള ബലം നിനക്ക് ലഭിക്കും. The joy and strength that we get from this church is not easy to get. We can get it only in this church. And the way that God told Elijah to eat, to freshen up and then run, that is the strength that God gave Elijah. Praise the Lord. Repentance and also the fellowship was restored. കൂട്ടായ്മ അവിടെ ഉദ്ധരിക്കപ്പെട്ടു. The fellowship was restored with the people of അന്ന് വരെ മറ്റുള്ളവരെ ചിന്തിക്കായിരുന്നു, അവര് മറ്റുള്ളവരെ ചിന്തിച്ച് പകർച്ച അവർക്ക് കൊടുത്തയക്കാൻ തുടങ്ങി. They sent forth those portions to those families. They sent for the portions to the other families who were അത് not. കാണിക്കുന്ന ഫെലോഷിപ്പ്, കൂട്ടായ്മ അവിടെ ഉദ്ധരിച്ചു എന്നുള്ളതാണ്. They show that the fellowship was restored over there. Praise the Lord. നിങ്ങളുടെ കൂട്ടായ്മയ്ക്ക് എന്തെങ്കിലും ഒരു കോട്ടം നിങ്ങൾ ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഞാൻ പ്രാഗൽഭ്യത്തോടെ പറയട്ടെ, ഹല്ലേലൂയ ഈ ദിവസമുള്ള ഏത് ഭവനത്തിലും കടന്നുപോയി ഹല്ലേലൂയ സ്തോത്രം, ആഹാരം കഴിക്കാനും വെള്ളം കുടിക്കാനും ഇന്നും എനിക്ക് പ്രാഗൽഭ്യമുണ്ട്. 8 കൊല്ലമാ, ഒരു മടിയുമില്ല. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കിക്കോളും, കൂട്ടായ്മയുടെ കോട്ടം എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഉദ്ധരിപ്പാൻ ഉള്ള ഉത്തരവാദിത്വം നമുക്ക് ഏവർക്കും ഉണ്ടെന്ന് മനസ്സിലാക്കണം. If there is a disruption to the fellowship, then it is our responsibility for us to restore it. Praise the Lord. ഹല്ലേലൂയ. കഴിഞ്ഞ 7 വർഷങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. I've done it for the last 8 years. Praise the Lord. നടത്തിപ്പ് വരുമ്പോൾ ഇപ്പോഴും ചെയ്യുവാൻ ഞാൻ തയ്യാറാണ്. If God continues to use me, I'm ready to do it even Praise the Lord. So ദൈവത്തിന്റെ വചനം വെളിപ്പെടുമ്പോൾ മാനസാന്തരം ഉണ്ടാകണം. അത് കുത്തിയാലും കീറിയാലും വെട്ടിയാലും അതെനിക്ക് ദൈവം എങ്ങനെ ചെയ്ത് എനിക്ക് വിഷയമല്ല. തലോടി ചെയ്താലും എന്നെ എടുത്ത് കുടഞ്ഞു ചെയ്താലും എന്നെ കീറി കുറിച്ച് ചെയ്താലും ഉദ്ദേശം എന്റെ മാനസാന്തരമായിരിക്കണം. So when the word of God is revealed, there should be a repentance in our heart.
No matter how it happens, whether there's going to be a piercing, a cut, a beating, there should be a repentance. നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴേ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോഴേ പറയാറുണ്ടോ? ഈ ദിവസങ്ങളിൽ സർജറിക്ക് വിധേയമായ ആളുകളുണ്ടല്ലോ, ഡോക്ടറെ ഞാൻ പറഞ്ഞ പോലെ സർജറി ചെയ്യാമെന്ന് എല്ലാവരും പറയാറുണ്ടോ? When we go to the hospital, is there any one of us who would say to the doctor, do the surgery the way I say you to do? ആ വലിയ നീളമുള്ള സൂചി എടുക്കല്ലേ, ചെറുത് എടുക്കാവൂ എന്ന് നിങ്ങൾ പറയാറുണ്ടോ? Don't take the big needle, but take the smaller ആ needle. വലിയ സർജിക്കൽ നൈഫ് വേണ്ട, തീരെ ചെറുത് മതി, ചെവിത്തോട്ടി പോലത്തെ മതി എന്ന് പറയും. നിങ്ങൾ ആരെങ്കിലും സർജനെ സഹായിക്കാറുണ്ടോ? Do you tell not to take the big scalpel, not to take the smaller scalpel? Do you help the surgeon that way? ഈ പണി എന്നെ ഏൽപ്പിച്ച പണിയാണ്. This is the job that God has given me. എനിക്കറിയാം എങ്ങനെ പ്രസംഗിക്കണം. I know how to preach. അതുകൊണ്ട് എന്നെ പ്രസംഗിക്കാൻ പഠിപ്പിക്കാതെ നീ മാനസത്തപ്പെടണം. Do not teach me how to preach, but be able കഴിഞ്ഞ to. 7 കൊല്ലം നീ കേട്ട പ്രസംഗം എന്റെ പ്രസംഗമല്ലയോ? I've been doing this for the last 7 years. ഇപ്പൊ കുത്ത. Right now it might be a sting. എവിടുന്ന് വന്നായി കുത്തിപ്പോ? Where does the sting come from? Praise the Lord. മര്യാദയ്ക്ക് മാനസാന്തരം വായനത് പോകാൻ താഴെ അല്ലെങ്കിൽ തമ്പുരാൻ ഏതായാലും ഒന്നാമത് അടി വാങ്ങിക്കാൻ പോവാ. If you do not repentance, then you're going to get the beating from God. Praise the Lord. തമ്പുരാൻ അടിക്കുന്ന പാസ്റ്റർ ഒന്നുമല്ല നോക്കണം. The type of beating that you get from God is അത് വേറെ ലെവലാ. That's at another level. അത് വാങ്ങിച്ച് ഈ ഒതുങ്ങി പോകണ്ടായെങ്കിൽ, if you don't want to, if you are trying to avoid the beating from God. Praise the Lord. Hallelujah. ഇവിടെ പറയുന്നു the blessedness of the ministry of the word of God. It shows over here the blessedness of the ministry of the word of God. ഏറ്റവും വലിയ അനുഗ്രഹം എന്നറിയാമോ? Repentance is the first and the ഏറ്റവും വലിയ അനുഗ്രഹം. Hallelujah. Praise the Lord. ഒരു കൗൺസിലറിന്റെ അടുത്ത് പോകാതെ, ഒരു മണിക്കൂറിന് പൈസ മുടക്കാതെ ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പാകെ വന്നിരുന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ഉള്ളിൽ ഒരുത്തനും മാറ്റാത്തതിനെ മാറ്റിമറിക്കുവാൻ കഴിയുക, അകത്തെ അഴുക്കിനെ മാറ്റുവാൻ കഴിയുന്ന ഒരു വലിയ അനുഗ്രഹമാണ് വചന ശുശ്രൂഷയിൽ വെളിപ്പെടുന്നത്. Repentance is the first and the foremost blessedness of the ministry of God. It is not something that somebody can change it in our heart. Only God can change that in our lives. Praise the Lord. Hallelujah. ഈ ദശാംശം കൊടുത്തില്ലെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്നു പാസ്റ്റർ പറയാറില്ല. The pastor never say, "If you do not tithe, I will not preach." ഞാനും ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് തരാമെന്നും പറഞ്ഞാൽ പാസ്റ്റർ പറയത്തില്ല. പക്ഷേ കൗൺസിലറിന്റെ അടുത്ത് പോയിരിക്കുമ്പോൾ ആദ്യം പറയും ക്രെഡിറ്റ് കാർഡ് അത് കഴിഞ്ഞ് കൗൺസിൽ ചെയ്യാൻ നാം പറയുന്നത് അല്ലേ? If you tithe, the pastor will not stop preaching. But if you go to a psychologist, the first thing they'll ask is for a payment. ഇവിടെ ഇത്രയും അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ട്. How many of you came and got many blessings in this church? ഇത്രയും നന്മ പ്രാപിച്ചിട്ടുണ്ട്. You got many goodness. ഒരിക്കലും തിങ്കളാഴ്ച പ്രാർത്ഥന കേട്ടാഞ്ഞിട്ടും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടും For many people who do not attend the Monday ഈ അനുഗ്രഹം എല്ലാം പ്രാപിച്ച് പോകേണ്ടി വെച്ചിട്ടും even if we take all these blessings and hold them together, പിന്നെ ഓൺലൈനിൽ നിന്ന് പ്രസംഗം കേൾക്കുക. then we hear the preaching online. ഞാൻ നോക്കുന്നുണ്ട് ആരൊക്കെ വാച്ച് ചെയ്യുന്നുണ്ട്. I'm checking who's എനിക്ക് നോക്കി അറിയാം കേട്ടോ ആരൊക്കെ വാച്ച് ചെയ്യുന്നു ഓൺലൈൻ. I can see who all are watching online. ഓൺലൈൻ വാച്ചിനോട് ഒരു കാര്യം പറയുകയാണ്, സ്വന്തം ദശാംശം സഭയ്ക്ക് കൊടുക്കണം. I'm just telling the people who are watching online, make sure you tithe. കാരണം അനുഗ്രഹം ഓൺലൈൻ എവിടെയായാലും പ്രാപിക്കുന്നുണ്ടല്ലോ. You're getting the blessings even if you're watching it online. അവിടെ ഇരുന്ന് വന്നാലും ദശാംശം എത്തിക്കണം. Even if you're seeing it online, make sure that you receive the tithe. Praise the Lord. Hallelujah. ഇത് കുഞ്ഞുകളിയല്ല ഇത്. This is not child's play. 2017 പാസ്റ്റർ പെൻഷന്റെ ശൈലി ഇത് തന്നെ. The style of Pastor Benson has been the same. ഇന്നലെ വന്നവർ എന്റെ ഗ്രീൻ കാർഡിനെ പറ്റി അഭിപ്രായമൊന്നും പറയണ്ട. I don't need to get any suggestions about my receiving my green card. Praise the Lord. എനിക്ക് ഒരു ഭയമില്ല. ഒരു വിസയും ഒരു കുന്തോ ഇല്ലാത്തപ്പോഴും ഭയമില്ലാത്ത പ്രസംഗിച്ചാണ്. Even when I did not have my green card or visa, I used to preach the same way. Praise the Lord. ചോദിച്ചാൽ അറിയാം കാര്യങ്ങൾ വ്യക്തമായിട്ട്. Joshan and Garoza upon Praise the Lord. ഞാൻ എന്റെ ഫാദറിനോട് ഡാളസിനോട് ഒരു ഡ്രൈവ് ചെയ്ത് വന്നൊരു വരവുണ്ട്. When my father and I drove from Dallas, we had a അങ്ങനെ വന്നപ്പോഴും ആ ഞായറാഴ്ചയും ദൈവത്തിന്റെ വചനം ധൈര്യത്തോടെ പ്രസംഗിക്കുകയായി. Even when my father and I drove all the way from Dallas, I still preached the word of God with the എടുക്ക് പറയുകയല്ല, ദൈവം നിർത്തിയതിന്റെ വലുപ്പം പറയുകയാണ്. It's not because of my ability, but I'm just saying how God has placed me here. കർത്താവിന്റെ മേശയിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവാ. ദൈവം നിർത്തിയതല്ലാതെ ഒന്നുമല്ല, എന്റെ ഒരു കഴിവുമല്ല. ദൈവം പറയാൻ പറഞ്ഞത് ഒരു മടിയും കൂടാതെ അന്നും ഇന്നും പറഞ്ഞിട്ടുണ്ട്. Without any difference, I'm preaching and confessing that it was all through God's grace. ഇനിയും അത് തുടരും. And it will go this way the same way. ഇവിടെ ഇരിക്കുന്നിടത്തോളം കാലം തുടരും. ദൈവം നിർത്തുന്നിടത്തോളം കാലം തുടരും. ഒരു കാര്യം മനസ്സിലായിക്കോണം, ഞാൻ പ്രസംഗിക്കുന്നതിന്റെ
ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ്. One thing you have to understand is that I'm preaching about the Christ who has been crucified. Praise the Lord. The foremost thing, the joy of the Lord is our strength, and Christ Jesus, the living word, that is the reason of our repentance. ജീവനുള്ള വചനമായ കർത്താവാണ് നമ്മുടെ മാനസാന്തരത്തിന്റെ കാരണം. അല്ലാതെ പാസ്റ്റർ അല്ല, എന്റെ ശബ്ദമല്ല, യേശു കർത്താവ് മാനസാന്തരത്തിന്റെ പിൻബലം. ഹല്ലേലൂയ. It's not through my preaching, it is not through my voice, but it's through Christ Jesus, the living word. We have a life of repentance. ഇവിടെ പറയുന്നു, യോഹന്നാൻ 1:8 മുതൽ 10 വരെ വായിക്കുമ്പോൾ അവിടെ പറയുന്നു, നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു. And 1 John chapter 1 verses 8 to 10 it says, if we say we have no sin, we deceive ourselves, and the truth is not in us. Praise the Lord. യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നത്, നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് യാക്കോബ് 5:16 നിങ്ങൾ തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. In James chapter 5 verse 16 it says, therefore confess your sins to one another and pray for one another that you may be healed. നീതിമാന്റെ ശ്രദ്ധയോടെ കൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കും. The prayer of a righteous person has a great power as it is working. Praise the Lord. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ ദിവസത്തിൽ അടയ്ക്കാം. Let's close our eyes and pray. കർത്താവിന്റെ ഹരിതമേശയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഒരു കാര്യം നാം മനസ്സിലാക്കിക്കോണം, ദൈവത്തിന്റെ വചനമാണ് നമ്മെ രൂപാന്തരപ്പെടുത്തുന്നത്. ദൈവ കർത്താവ് യേശുവാണ് നമ്മെ രൂപാന്തരപ്പെടുന്നത്. നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട ആ ശരീരത്തിന്റെ, നമുക്ക് വേണ്ടി ഒഴുക്കപ്പെട്ട ആ തിരുരക്തത്തിന്റെ ഓർമ്മയിലേക്ക് നാം പ്രവേശിക്കുക. ഒരു നിമിഷം നമ്മെ ദൈവങ്ങളിലേക്ക് സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കുക. ഇന്ന് പകൽക്കാലത്ത് വചനത്തിന് നമ്മെ തന്നെ സമർപ്പിക്കുക. വചനം പ്രസംഗിച്ചു, ജനം കണ്ണുനീരോടെ ഏറ്റെടുത്തു, അവിടെ കൂട്ടായ്മ ഉദ്ധരിക്കപ്പെട്ടു. ഹല്ലേലൂയ. ദൈവ വചനം അവിടെ അനുഗ്രഹിക്കപ്പെട്ടു. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ, ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവജനത്തിന് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കുക. ഈ അപവിത്രങ്ങളെ കരം നീട്ടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രയോഗിച്ച് പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ കർത്താവേ, അടിയങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുന്ന കർത്താവേ. നിന്റെ കുഞ്ഞുങ്ങളാകുന്ന അടിയങ്ങൾക്ക് ഈ ആഴ്ചയുടെ 1 ദിവസം തിരുസന്നിധിയിലായിരിക്കാൻ ദൈവം കൃപയോട് സ്തോത്രം. ഞങ്ങൾ കടന്നു വന്ന സന്ദർഭങ്ങൾ ദൈവത്തിന്റെ മഹാസാന്നിധ്യം അടിയങ്ങളോട് കൂടെ ഇരുന്നല്ലോ. പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ ഒക്കെ ദൈവമിടയാക്കി എല്ലാ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ, അടിയങ്ങൾക്ക് നല്ല സങ്കീർത്തനം നൽകി തന്ന ദൈവത്തെ സ്തുതിക്കുന്ന നമ്മുടെ ദാസനെ ബലപ്പെടുത്തിയുള്ള കർത്താവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവം ഞങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകയാൽ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ മനഃപാഠവാക്യങ്ങൾ ദൈവസന്നിധിയിൽ അറിയിപ്പാൻ ദൈവമിടയാക്കിയല്ലോ. കർത്താവെ, അവിടുത്തെ ആകർഷണങ്ങളെ സൂക്ഷിച്ചുകൊള്ളണമേ, ചെറിയ കീഴുള്ളവരെ മറച്ചുകൊള്ളണമേ, ഉള്ള കയ്യിലവരെ താങ്ങിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിന് അന്യം വരാകാതെ ദൈവം തിരിച്ചറിഞ്ഞ് അതിൻ പ്രകാരം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവസന്നിധിയിൽ വർദ്ധിച്ചു വരുവാനുള്ള കൃപ കൊടുത്തവരെ സഹായിച്ചുകൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങൾ സാക്ഷ്യത്തിലൂടെ പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ച് എല്ലാവർക്കായും സ്തോത്രം ചെയ്യുന്നു. ദൈവം അങ്ങനെ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരങ്ങൾ ഞങ്ങളെ അങ്ങനെ ഏൽപ്പിക്കുകയാണ്. ദൈവത്തിലൂടെ ഞങ്ങൾ കർത്താവെ വന്നതിലൂടെ ഞങ്ങൾ ഗ്രഹിച്ച വിഷയങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, എസ്രയോട് കൂടെ ഇരുന്ന് ദൈവമേ, അങ്ങ് ഞങ്ങളോട് കൂടെ ഇരുന്ന് കർത്താവെ തിരുവചനാനുസരണം ഞങ്ങളെ തന്നെ ക്രമീകരിച്ച് ജീവിപ്പാൻ ആവശ്യമാണെന്ന് കൃപ തന്ന് ഞങ്ങളെ സഹായിച്ചുകൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയിൽ ഞങ്ങളെ കരുതുകയും സൂക്ഷിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരങ്ങൾ ഞങ്ങളെ അതിനായി സമർപ്പിക്കുന്നു. ഈ ഒരാഴ്ചക്കാലം ദൈവത്തിന്റെ കൃപ ഞങ്ങളെ പരിപാലിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പൽക്കാലം കർത്താവെ, തിരുമേശയും ഞങ്ങളുടെ മറ്റുണ്ടല്ലോ, അതിനെ അനുഗ്രഹിച്ച് നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതൊക്കെ ഭക്ഷിച്ച് ബലപ്പെടുത്തി നാമത്തിന് വേണ്ടി ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ കർത്താവെ. വിശുദ്ധിയോടെ നിർമ്മലതയോടെ അവിടുത്തെ വരവിനെ ബന്ധപ്പെടുത്തി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. സഭയായി ഞങ്ങളെ അനുഗ്രഹിക്കണം. ഓരോരുത്തരുടെയും കൂടെ ദൈവത്തിന്റെ മഹാസാന്നിധ്യം ഉണ്ടായിരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. പ്രാർത്ഥനയുടെ ദൈവത്തെ സ്തുതിക്കാം.